من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. والصلاة والسلام على النبي المختار وآله الأبرار وصحابه الأخيار واتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وعن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم من قبل عيني أمه كان له ستر من النار. الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاسين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي
മുഅയ്യിദി മുദദി അമദി അലാ ശിദദി മുസയ്യിദി സുദദി അളുദി ബിലാ അദദി കുൻ ആഖിദം ബിയദി ഖാജാ മുഈനദ്ദീൻ കുൻ ആഖിദം ബിയദി ഖാജാ മുഈനദ്ദീൻ കുൻ ആഖിദം ബിയദി ഖാജാ മുഈനദ്ദീൻ ലഖംസത്തിൻ നുത്ഫി ബിഹാ ഹറം വബാൽ ഹാത്തിമാ المصطفى والمرتضى وابناهما والفاطمة ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പൊൻകതിരാ നൊമ്പരത്തിൻ മുള്ളുകൾ പേറി മക്കളിലിമ്പമിലാർദ്രതയേറി അമ്പിളിപ്പൂ മുത്തുമൊഴിഞ്ഞൊരു സ്വർഗവും ഉമ്മയിലാ കണ്ടാലോ നന്മയുമേറും കരയിച്ചാൽ കാഠിന്യം കൂടും കണ്ണിൻ്റെ മണി പോലും മൈ കാത്തിടു നീ തനിയേ കണ്ടാലോ നന്മയുമേറും കരയിച്ചാൽ കാഠിന്യം കൂടും കണ്ണിൻ്റെ മണി പോലും മൈ കാത്തിടു നീ തനിയേ നൊമ്പരത്തിൻ മുള്ളുകൾ പേറി മക്കളിലിമ്പമിലാർദ്രതയേറി അമ്പിളിപ്പൂ മുത്തുമൊഴിഞ്ഞൊരു സ്വർഗവും ഉമ്മയിലാ മരിക്കുമ്പോൾ കെളിമയുമില്ല ചലിക്കുമ്പോൾ ഫളലതുമില്ല മാതാവിൻ മാനസം നീറിയാൽ എന്നെന്നും കണ്ണീരാ ചലിക്കുമ്പോൾ ഫളലതുമില്ല മരിക്കുമ്പോൾ കെളിമയുമില്ല മാതാവിൻ മാനസം നീറിയാൽ എന്നെന്നും കണ്ണീരാ ഉള്ളറയിൽ സ്നേഹത്തിൻ കാവാ ഉന്നതി നൽകുന്ന പ്രേമത്തിൻ ജീവാ ഉമ്മയുടെ മാനസം നിറയെ ലാവണ്യ പൊൻകതിരാ നൊമ്പരത്തിൻ മുള്ളുകൾ പേറി മക്കളിലിമ്പമിലാർദ്രതയേറി അമ്പിളിപ്പൂ മുത്തുമൊഴിഞ്ഞൊരു സ്വർഗവും ഉമ്മയിലാ. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ മഹലിൽ വിശുദ്ധ ഖുർആനിൻ്റെ മാധുര്യമുള്ള വചനങ്ങളെ കൊണ്ട് വേളാവൂർ മുസ്ലിം ജമാഅത്തിന് കരുത്തുറ്റ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് മുഹമ്മദ് അഷ്റഫ് മൗലവി അൽ ഖാസിമി അവറുകളെ, ഈ പരിപാവനമായ മജ്ലിസിൽ എത്തിച്ചേർന്ന സഫറുല്ലാ മൗലവി, ഓടയം നാസർ ഉസ്താദ്, പിന്നെ
കല്ലൂർ സ്വദേശിയായ എൻ്റെ പ്രിയ കൂട്ടുകാരൻ, അതിലെല്ലാറ്റിലും ഉപരി വെളാവൂർ മുസ്ലിം ജമാഅത്തിന് തളർച്ചയും വിളർച്ചയും പിളർച്ചയും ഏൽക്കാതെ വളരെ നാളുകളായി ഈ പള്ളിയുടെ പരിപാലന സമിതിയുടെ നേതൃത്വം അലങ്കരിക്കുന്ന ജനാബ് അബ്ദുൽ ജലാൽ സാഹിബ്, എല്ലാറ്റിലും ഉപരി മക്കത്തുർ മുക്കറമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പരിശുദ്ധ ലൈബ്രറി, അതിൻ്റെ ചുവടിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മാനുഷിക മൂല്യങ്ങൾ ഇതെല്ലാം ചെയ്ത് വെളാവൂരിൻ്റെ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം, മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പോലും അപാകതകൾ പറഞ്ഞ് പരത്താൻ സാധിക്കാത്ത വിധം നല്ല പ്രവർത്തനങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും അത് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന സഫറുള്ള മൗലവി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ആദ്യകാലങ്ങളിൽ അതിന് തുടക്കം കുറിച്ചു. ഇന്നും ആ ഉസ്താദിനെ സ്മരിക്കുവാനും വന്ന വഴി മറക്കാതെ ഗുരുനാഥന്മാരുടെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിക്കുവാനും മനസ്സ് കാണിക്കുന്ന മക്കത്തുൽ മുക്കറമയിലെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വളരെ നേരത്തെ തന്നെ ഈ മനോഹരമായ വേദിയെ ധന്യമാക്കിയ ഇന്നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും അതിനപ്പുറത്തുമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാറ്റിലും ഉപരി ഈ സദസ്സിനെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു കബൂലിയത്ത് തരുന്നതിൻ്റെ അടയാളമായി നമ്മുടെ ഈ സദസ്സിൻ്റെ മുൻനിരയിൽ നിരന്നിരിക്കുന്ന അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ചിറകിന് താഴെ ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു കൊടുത്ത മുതഅല്ലിമുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സമുദായ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ ജല്ലജലാലും ജഗദീശ്വരനുമായ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഈ സ്വർഗീയ ആരാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, അതും ഒരു വെള്ളിയാഴ്ച രാവിൽ അതിൻ്റെ ശോഭ കൊണ്ട്, നാം ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ മഹാത്മ്യം കൊണ്ട്, ഈ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ കബൂലിയത്ത് അള്ളാഹു തന്ന് നിഗ്രഹിക്കുമാറാകട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക സമ്മർദ്ദങ്ങളെ പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ആരുടെ മുന്നിലും തലകുനിക്കാത്ത ആർജവമുള്ള ഇസ്സത്തുള്ള ഈമാനും ഉയർത്തിപ്പിടിച്ച് നെഞ്ചുവിരിച്ച് നിന്ന് ജീവിക്കുവാനും അതേ സന്തോഷത്തോടെ, ആത്മാർപ്പണത്തോടെ, ആനന്ദ നിർവൃതിയോടെ, ആത്മീയ ചൈതന്യത്തോടെ മരണപ്പെടുവാനും അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് കസേര ഈ ഇടതുഭാഗത്ത് കുറച്ച് ഒഴിവുണ്ട്. വെളിയിൽ നിന്ന് നോക്കിയാൽ ഇവിടെ സ്ഥലമുണ്ടെന്ന് അറിയാൻ കഴിയില്ല. കോട്ടയം അയ്യപ്പാസ് പോലെയാണ്. പുറത്തു നിന്ന് നോക്കിയാൽ ചെറിയ കട, പക്ഷേ അകത്ത് വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അകത്തേക്ക് സംഘാടകർ അവിടെ ആരെങ്കിലും പുറത്ത് സ്ക്രീൻ നിങ്ങൾ വെക്കുമ്പോൾ പിന്നെ അത് ആദ്യമേ അവരവിടെ തന്നെ നിൽക്കുകയുള്ളൂ. കാരണം സ്ക്രീനിൽ കാണാൻ വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. അതാകുമ്പോൾ ബക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നല്ലപോലെ അറിയുകയും ചെയ്യാം. സ്ക്രീനിലൂടെ അല്ലേ കാണുള്ളൂ, നേരിട്ട് കാണില്ല. സ്ക്രീനിൽ നോക്കുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല. ഇവിടെ തികഞ്ഞിട്ട് ഇവിടെ നിറഞ്ഞതിന് ശേഷം പുറത്ത് നിൽക്കുന്നവർക്കൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടി മക്കത്തുൽ മുക്കറമയിലെ പ്രിയപ്പെട്ട സംഘാടകർ ഇന്ന് കുറച്ചുകൂടി അതിനൊരു സൗകര്യപ്പെടുത്തിയതാണ്. അതിനെ ദുരുപയോഗം ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മജ്ലിസിൻ്റെ അകത്തളങ്ങളിൽ നമുക്ക് വേണ്ടി ഒഴിവായ കസേരകളുണ്ടെങ്കിൽ അതിലേക്ക് കടന്നിരിക്കണം. അത് സദസ്സിനോടുള്ള അദബാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വിഷയം ഗൗരവമുള്ളതുകൊണ്ട് ആമുഖ ഭാഷണം ചുരുക്കി വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിഷയം ഏതാണെന്ന് ഇന്നലെ ആരും അറിഞ്ഞില്ലാരും. എന്താ വിഷയം? ഇസ്ലാമിക ചരിത്രം പഠിച്ചവർക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചക പരമ്പരയിൽ അവസാന കണ്ണിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച നമ്മുടെയെല്ലാം മനസ്സിന്റെ രാജാവ്
കാണാൻ ആഗ്രഹിക്കുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തൗഹീദിന്റെ പ്രഥമ പ്രബോധനത്തിന്റെ കവാടം തുറന്ന് മക്ക മണ്ണിലേക്ക് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ ആ കാലഘട്ടത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച സ്നേഹവും ലാളനയും വാത്സല്യവും കാരുണ്യവും താഴ്മയും വിനയവും ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മൃഗതുല്യരായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനിടയിലേക്കാണ് സ്നേഹവും ആത്മാർത്ഥതയും അതുപോലെ ബന്ധങ്ങളുടെ വിലയും കൈക്കുടന്നയിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ മണിമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമ്പോ പിറന്നു വീഴുന്ന പ്രിയപ്പെട്ട പെമ്മക്കളെ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് മക്കയുടെ മണ്ണിൽ കബറ് കുഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ മധ്യത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുന്നത്. അയൽവാസികളോടുള്ള ബാധ്യതയറിയില്ല, കൂടപ്പുറപ്പുകളോടുള്ള കടമകൾ അറിയില്ല, കൂട്ടുകാരോടുള്ള നിയമങ്ങൾ അറിയില്ല, ഒരാളോട് എങ്ങനെ സഹവർത്തിക്കണം, എങ്ങനെ സഹകരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ സംഭാഷണം നടത്തണം എന്ന് പോലും അറിഞ്ഞുകൂടാതെ മക്ക മണ്ണിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയ കാടുകളുടെ ഉള്ളറകൾ താമസിക്കുന്ന മൃഗങ്ങൾ പോലും നാണിച്ച് തലതാഴ്ത്തി ജീവിച്ചു പോന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ പതാകയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒടിച്ചു മൂടപ്പെട്ട പെണ്ണിന്റെ മണ്ണറയിൽ നിന്ന് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് ഈ പെമ്മക്കൾ ആരെങ്കിലും വളർത്തിയാൽ അവർക്ക് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പ്രബോധന ഹിക്മത്തിലൂടെ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവരെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവർ സ്നേഹം പഠിച്ചു, ആരോടെങ്ങനെ ഇടപെടണമെന്ന് പഠിച്ചു. കുടുംബക്കാർ, ഉമ്മ ഉപ്പ, മക്കൾ, അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, സഹപാഠികൾ, സഹോദരങ്ങൾ, അവരോടൊക്കെ എങ്ങനെ സഹവർത്തിക്കണമെന്ന് പഠിച്ചു. ഒരാളെയും വേദനിപ്പിക്കരുത് എന്ന ആഴത്തിലുള്ള പ്രവാചകന്റെ വാക്കുകൾ ആ സഹോദരങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിപ്പിച്ചു. അങ്ങനെ അന്നുവരെ മക്ക കണ്ടിട്ടില്ലാത്ത സ്നേഹം ആ മക്കയുടെ മണ്ണിൽ വളർന്നു വരുമ്പോൾ, അന്നുവരെ സദാചാര ബോധമില്ലാതെ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട അറബികൾക്കിടയിൽ ഏറ്റവും നല്ല ആചാരങ്ങളും ഏറ്റവും നല്ല കൃത്യനിഷ്ഠകളും ഏറ്റവും നല്ല മുറകളും കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ മുറ്റത്തിരുന്നു കൊണ്ട് അതുപോലെ അവർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പ്രവാചകനോടൊരു ചോദ്യം ചോദിക്കുകയാ. ഇന്നലെ വരെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാതിരുന്ന മനുഷ്യനായിരുന്നു. ആരെയാ സ്നേഹിക്കേണ്ടത്, ആരെയാ ഇഷ്ടപ്പെടേണ്ടത്, കൂട്ടുകുടുംബത്തിനോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് പോലും അറിവില്ലാത്ത ആ പ്രിയപ്പെട്ട സഹാബികൾക്കിടയിൽ നിന്ന് ഇൽമു പഠിച്ചു പോയ പ്രവാചകർ വരച്ചു കൊടുത്ത ആ വരയിലൂടെ സഞ്ചരിച്ചു സാഗൂതം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിയ സഹാബി വന്ന് പ്രവാചകരുടെ തിരുമുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, മനോഹരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ആ ചോദ്യം വല്ലാത്ത അത്ഭുതമാണ്. അവരെ കുറിച്ച് അറിവുള്ളവർക്ക് ആ ചോദ്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ആ ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് പ്രിയമുള്ളവരെ ഇന്ന് 2 മണിക്കൂർ കൊണ്ട് മക്കത്തിൽ മുക്കറമ എന്ന ലൈബ്രറിയുടെ കീഴിൽ ഇത്ര ദിവസം നടന്നു വരുന്ന പ്രഭാഷണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈ വിനീതനും നിങ്ങളോട് പറയാൻ പോകുന്നത് ആ സഹാബി വന്ന മുത്തുനബി തങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് മനസ്സിന്റെ രാജാവ് മഴവില്ലിന്റെ അഴകുമായി മദീനയുടെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂൽ കിടന്നിറങ്ങുമ്പോ ആ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരന് കൊടുത്ത മറുപടിയും ആ ചോദ്യവും ആ മറുപടിയുമാണ് നമ്മുടെ വിഷയം. കാറ്റുകൊള്ളട്ടെ, ദൂരെ നിന്ന് വന്നല്ലേ. ഞാനിന്ന് വള്ളക്കടവിൽ ഉംറയുടെ ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഉംറയ്ക്ക് പോയല്ലേ സാർ? എന്നാ 14-ാം തീയതി, നമ്മളും 14-ാം തീയതി. ഞാൻ എൻ്റെ ഉമ്മായം കൊണ്ട് പോകുന്നു, സഫറുല്ലാഹി സഫറുദ്ദീൻ എൻ്റെ ഉമ്മായം കൊണ്ട് പോകുന്നു. അത് തന്നെ
ഇളവുകാർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഹത്തീവുമാരെ കിട്ടും. അൽഹംദുലില്ലാ. എല്ലാം പച്ചവെള്ളം കൊടുത്തിട്ട് ചവച്ചു കുടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചവച്ചു കുടിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല, വില്ലനൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പൊ ആ ചോദ്യം, അതിനുള്ള മറുപടി. ചോദ്യം എന്തായിരുന്നു എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ പ്രിയപ്പെട്ട സദസ്സിൽ വന്നിരിക്കുന്ന സഹാബികളൊക്കെ നോക്കിയിരിക്കുമ്പോ ആ മനുഷ്യൻ ചോദിക്കുന്ന, നബിയേ യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസ് ബിഹുസ്നി സഹാബ, സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാത്ത ഞങ്ങൾക്ക് സ്നേഹം പറഞ്ഞു തന്ന പ്രവാചകരെ, അയൽവക്ക ബന്ധങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാത്ത നമുക്ക് ആ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി തന്ന മുത്തേ, അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് പരലോകത്ത് വിജയം കിട്ടുന്നതെന്ന് പറഞ്ഞു തന്ന പ്രവാചകരെ, മൻ അഹഖുൻ നാസ് ബിഹുസ്നി സഹാബ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞങ്ങൾ സ്നേഹിക്കേണ്ടത് ആരെയാണ് നബിയേ? ഏറ്റവും നല്ലതുപോലെ ചിരിക്കേണ്ടത്, ഏറ്റവും നല്ലതുപോലെ അടുത്തു പോയിരിക്കേണ്ടത്, ഏറ്റവും നല്ലതുപോലെ സ്നേഹിക്കേണ്ടത്, ഏറ്റവും നല്ലതുപോലെ ആദരിക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദ്യം കേട്ടിട്ട് അത്ഭുതപ്പെട്ടില്ല. ആ പ്രവാചകർ പെട്ടെന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയാ. വേളാവൂരിന്റെ മനോഹരമായ മജ്‌ലിസിൽ ഇൽമുതുകരാർ വന്നിരിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികളുടെ കാടത്തം കടപുഴക്കി വലിച്ചെറിഞ്ഞിട്ട് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്ന് പ്രവാചകന്റെ പിന്നാലെ വരച്ചിട്ട വരയിലൂടെ ഒരൽപ്പം പോലും തെറ്റാതെ സഞ്ചരിച്ചു പോയ ആ പ്രിയപ്പെട്ട നക്ഷത്രതുല്യരായ സഹാബികളോട് അല്ലാഹുവിന്റെ റസൂല് ആരോടാണ് ഏറ്റവും നല്ലതുപോലെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതിനപ്പുറത്തേക്ക് ഒരു തുള്ളി സ്നേഹം പോലും മറ്റൊരാൾക്ക് നീ കൊടുക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടത്? നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിക്കേണ്ടി വന്നില്ല, ഞറുക്കിടേണ്ടി വന്നില്ല, ചിന്തിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ് ഏറ്റവും വലിയ സ്നേഹമാ. പകുതിയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലല്ല, ഏറ്റവും നല്ല സ്നേഹം നിന്റെ ഉമ്മയോടാണ്. ഇത് പറഞ്ഞപ്പോൾ ആ സ്വഹാബി രണ്ടാമത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയാണെങ്കിൽ സുമ്മ മൻ യാ റസൂലല്ലാഹ്? ഒന്നാമത് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഉമ്മയെയാണ്. ശരി, എന്നാൽ രണ്ടാമത് ആരെയാ? ഞാൻ പറഞ്ഞാളെ ആ ഫ്രണ്ട് വന്നിരുന്ന കുഴപ്പമായി, IPL കാണാൻ പറ്റിയില്ല, ഇയാൾ പറഞ്ഞൂടെ? രണ്ടാമത് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാ? ഒന്നാമത് ഉമ്മയെ സമ്മതിച്ചല്ലോ. രണ്ടാമത് ആരെയാ? ഉമ്മയെ. ആരാ? ഉമ്മ. ആദ്യം വാപ്പാന്ന് പറഞ്ഞ വാപ്പ പുറകെ കാണും മിക്കവാറും കസരട്ട് വിളിക്കിട്ടുണ്ട്. ഒന്നാമത് ഉമ്മയെ. സുമ്മ മൻ യാ റസൂലല്ലാഹ്? രണ്ടാമത് ആരെയാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ സ്ഥലമുണ്ട്, ഇങ്ങോട്ട് വരും. ഇങ്ങനെ ആ സംഘാടകർ അങ്ങോട്ട് നിന്നേ പറ്റുള്ളൂ, ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറയാൻ പറ്റൂല. അവിടെ നിൽക്കണം, വരുമ്പോൾ കൊണ്ട് ഇവിടെ ഇരുത്താൻ വേണ്ടി. രണ്ടാമതാരയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഉമ്മുക, നിന്റെ ഉമ്മയാണ്. ഒന്നാമതും ഉമ്മയെയാണ്, രണ്ടാമതും ഉമ്മയെയാണ്. ആ പ്രിയപ്പെട്ട സഹാബി ചോദിക്കുന്ന മുത്തുനബിയേ, സുമ്മ മൻ യാ റസൂലല്ലാഹ്? ഒന്നാമത് ഉമ്മയെയാണല്ലോ, രണ്ടാമത് ഉമ്മയെയാണല്ലോ, എന്നാൽ മൂന്നാമതാരയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ മടിച്ചിരുന്നില്ല. ഒന്നാമത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ പ്രവാചകര്, രണ്ടാമത് ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ പ്രവാചകര് പെട്ടെന്ന് പറയുകയാ, മോനെ, മൂന്നാമതാരയാ സ്നേഹിക്കേണ്ടതെന്നറിയോ? ഉമ്മുക, നിന്റെ ഉമ്മയാണ്. ഒന്നാമതുമ്മ, രണ്ടാമതുമ്മ, മൂന്നാമതും ഉമ്മ. 1, 2, 3 സ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല സ്നേഹം കൊടുക്കേണ്ടത് ഉമ്മാക്കാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും നേരം പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ഖുർആൻ പറയുമ്പോ, ആളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെന്ന് നിന്ന് കിതാബ് വാങ്ങി നോക്കുമ്പോ അതിന്റെ അകത്ത് ഇബാദത്തുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്. എന്റെ വേളാവ് ഒരു മനോഹരമായ മജ്‌ലിസിൽ വന്ന് ഏറ്റവും മുകൾ ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്ന വാത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, തലമറക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, പാതിരാ സമയത്ത് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, സുബഹിന് മുമ്പ് തണുപ്പുള്ള രാത്രിയാണെങ്കിൽ പോലും പുതപ്പിനടിയിൽ നിന്ന് ചാടിയെടുന്നിട്ട് ശരീരശുദ്ധി വരുത്തിയിട്ട് മുസല്ല വിരിച്ചിട്ട് പാതിരാ സമയത്ത് വേളാവൂര് പള്ളിയുടെ പരിസരത്തുള്ള നിന്റെ കൂരയ്ക്കകത്ത് സുജൂദ് ചെയ്ത് പൊട്ടിക്കരയുന്ന പെണ്ണേ, അല്ല സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ പെങ്ങളെ നീ അത് ചെയ്യുന്നത്? ഹജ്ജിന് പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത് എല്ലാം പടച്ചോ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാ. ഈ മക്കത്തുൽ മുക്കറമയുടെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, ദിക്ർ ചൊല്ലുന്നത്, സുജൂദ് ചെയ്യുന്നത്, യതീം മക്കളെ കെട്ടിച്ചു വിടാൻ പണപ്പിരിവ് നടത്തുന്നത്, അവരെ സഹായിക്കുന്നത്, രോഗികൾക്ക് സ്വതക്കാ ചെയ്യുന്നത് എല്ലാം അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ. മക്കത്തുൽ മുക്കറമയുടെ ലൈബ്രറിക്കകത്ത് പുസ്തകം വാങ്ങി കൊടുക്കുന്നത്, അലമാര വാങ്ങി കൊടുക്കുന്നത്, അതിൻ്റെ അകത്തുള്ള പുസ്തകങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം വേളാവൂര് ജുമുഅത്ത് പള്ളിയുടെ പരിസരത്തുള്ള മുസ്ലിം ഭവനങ്ങളിലേക്ക് കൊണ്ടു കൊടുത്തിട്ട് വായനയിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊണ്ടുവരാ മനസ്സ് കാണിക്കുന്നത് എല്ലാം അല്ല സ്വീകരിക്കാൻ വേണ്ടിയിട്ടാ. പടച്ചോ സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വതക്ക പോലും നിങ്ങളെ ചെയ്യാറില്ല. അല്ലാഹു എല്ലാം സ്വീകരിക്കുമോ ചെറുപ്പക്കാരാ? അല്ലാഹു എല്ലാം സ്വീകരിക്കുമോ പെങ്ങളെ? നൗഷാദ് ബാക്കവിയുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, നൗഷാദ് ബാക്കവിക്ക് ഒരു ദിവസത്തെ റേറ്റ് 1 ലക്ഷം രൂപയാ, AC റൂമിലേ കിടക്കോളൂ, ഫ്ലൈറ്റിലെ പറന്നിറങ്ങോളൂ. എന്തൊക്കെ അപാകതകൾ, അസൂയ മൂത്ത് ആസനം താങ്ങി ആദർശത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന വിവരം കെട്ടവര് പറന്നു പരത്തിയാൽ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞിട്ട് വിലപേശിയിട്ട് കാശ് വാങ്ങാനുള്ള ഗതികേട് നിങ്ങളുടെ പരിസരവാസിയായ നൗഷാദ് ബാക്കവിക്ക് അല്ലാഹു ഇന്ന് വരെ തന്നിട്ടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഞാൻ പ്രസംഗിക്കുന്നത് അല്ല സ്വീകരിക്കണമെന്ന നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാ ജുമഅക്ക് വേണ്ടി വെള്ളക്കടവ് പള്ളി പോകുന്നത്, അതുപോലെ സ്വതക്കകൾ ചെയ്യുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത് എല്ലാം അല്ലാഹുവേ എന്റെ അമലുകൾ സ്വീകരിക്കണമെന്ന. പക്ഷേ എന്റെ അമലുകൾ മുഴുവനും അല്ലാഹു തള്ളിക്കളയുന്നതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ചെറിയങ്കീഴുള്ള എന്റെ വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രസവിച്ച എന്റെ ഉമ്മ, എന്നെ ഓമനിച്ച എന്റെ ഉമ്മ, എനിക്ക് മുലപ്പാല് തന്ന എന്റെ ഉമ്മ, എന്നെ തോളത്ത് വെച്ചിട്ട് താരാട്ടുപാടി എന്റെ ഉമ്മ, എനിക്ക് പനി വരുമ്പോ ഉറങ്ങാൻ കഴിയാതെ തോളത്ത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊട്ടിക്കരന്ന് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു വകയും കഴിക്കാറ് എന്നെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാറ് ഉറക്കം നടിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ ഉമ്മയെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ടോ? എന്നാലും നീ എന്നോടങ്ങനെ ചെയ്തല്ലോ മോര് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവര്, ഏത് വാക്കവിയാണെങ്കിലും അവന്റെ സർവ്വ ഇബാദത്തുകളും അല്ലാഹു വലിച്ചെറിയുകയാണ്. അവന്റെ സുജൂദുകളെ അല്ലാഹു കബറടക്കുകയാണ്. അവന്റെ അദ്കാറുകളെ അത് ചെയ്തു പോലെ മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാറുള്ള മലക്കുകളോട് പറയുകയാ, നിങ്ങൾ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഏതൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ മുഴുവനും അല്ല പറയും, ഉമ്മായ വേണ്ടാത്തവന്റെ നിസ്കാരവും നോമ്പും അവന്റെ ഒടുക്കത്തെ ഹജ്ജ് ഒന്നും എനിക്ക് വേണ്ട, മുഴുവനും അവന്റെ മോന്തായത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. ഉമ്മ ആരാന്നവൻ അറിയട്ടെ. ആ ഉമ്മയെ എന്റെ വേളാവൂര് മജ്‌ലിസിൽ വന്ന ചെറുപ്പക്കാരാ, എന്റെ ഉമ്മ പെങ്ങന്മാരെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? ഉമ്മയുടെ പേര് ആരിഫ ബീവി എന്ന, ഉമ്മയുടെ വാപ്പാടെ പേര് അബ്ദുൽ ഖാദർ സാഹിബ് എന്ന, രണ്ടുപേരും പുത്തമ്പുരയ്ക്കൽ വീട്ടിൽപ്പെട്ടവരാ, വേളാവൂര് പഞ്ചായത്തിൽപ്പെട്ടവരാ. അങ്ങനെ അറിഞ്ഞാൽ പോരാ, അതൊക്കെ ഇന്ന് ബാക്കിയുള്ളതിനൊക്കെ നല്ലതുപോലെ നിങ്ങൾക്കറിയാം അല്ലേ. ഉമ്മാക്ക് റേഷൻ കാർഡ്, ഗ്യാസിന് പ്രത്യേകിച്ച് കാർഡ്,
ഗ്യാസിന് കാർഡ്, ഗ്യാസ് ട്രബിളിന് കാർഡ്, എന്നെല്ലാത്തിനും കാർഡാ, ആധാർ, അങ്ങനെ ഒരുപാട് കാർഡുകളുടെ ബഹളമാണ്. എവിടെയെങ്കിലും അപകടത്തിൽ ആരെങ്കിലും ആക്സിഡന്റ് പെട്ടാൽ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം പുറകിലിരിക്കുന്നവൻ പറഞ്ഞ കാക്കാരെ കാർഡ് ആദ്യം നുള്ളി പുറകിയെടുക്കാനേ പറയാം. കാരണം അതിനുവേണ്ടി ഒരുപാട് ഓടേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സാധുവായ ഉമ്മയെ നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയാനാണ്? ഉമ്മ എന്ന വാക്കിന്റെ അത്ഭുതത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മറത്തിരിക്കുന്നത് ഉമ്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉമ്മ ഹലോ ഓക്കെ അങ്ങനെ കയറി പോയാൽ പോരാ. അതിന് നിങ്ങളും വല്ലാത്ത മിടുക്കരാന്ന് എനിക്കറിയാം. അങ്ങനെ പോയാൽ പോരാ. എങ്ങനെ തിരിച്ചറിയും? ആരാണ് ആ ഉമ്മയുടെ അത്ഭുതത്തെ തിരിച്ചറിയിച്ചു തരുന്നത്? ലോകത്ത് ഉമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് മദ്രസയല്ലേ ഉള്ളൂ. നിന്റെ ഉമ്മ ആരാണ്? ഉമ്മയോടുള്ള കടമ എന്താണ്? ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം? ആ മദ്രസയിൽ മക്കളെ പഠിപ്പിക്കാൻ കിട്ടുന്നതോ? ഇപ്പൊ തന്നെ സഹോദരിമാർ ഭർത്താക്കന്മാരോട് പറയും, അടുത്ത വർഷം എൻ്റെ കുട്ടിക്ക് 20 മിനിറ്റ് പോലും മദ്രസയിൽ പോകാൻ പറ്റൂല. എന്താടി അങ്ങനെ ആക്കിയേ? ഉസ്താദ് വല്ല പ്രശ്നമുണ്ട്? ഉസ്താദിന്റെ പ്രശ്നമല്ലേക്കാ, അടുത്ത വർഷം UKG കാരണം ഈ വർഷത്തെക്കാളും കുറച്ച് ഞാൻ പഠിക്കണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയൂല. എൻ്റെ മക്കളെ ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന നിയത്തിൽ തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. പക്ഷെ അതെല്ലാം ബാക്കിയുള്ളതൊക്കെ കബറിൻ്റെ അടി കയറ്റിയിട്ടല്ല ചെയ്യാനുള്ളത്. ബാങ്ക് കേൾക്കുമ്പോൾ ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യുന്ന ഒരു ഡോക്ടറാക്കാൻ നിങ്ങളുടെ മക്കളെ അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന, കത്തിയെടുത്ത് ശരീരത്ത് വെക്കുന്ന ഒരു ഡോക്ടറാക്കാൻ, സത്യം മാത്രം പറയുന്ന ഒരു വക്കീലാക്കാൻ, നിയമത്തെ വളച്ചൊടിക്കാത്ത ഒരു പോലീസുകാരനാക്കാൻ, മിലിറ്ററി കുടിക്കാൻ വേണ്ടി മാത്രമാകാത്ത ഒരു പട്ടാളക്കാരനാക്കാൻ, അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ അള്ളാഹു പടച്ച തമ്പുരാനെ മുൻനിർത്തിയിട്ട് സർവ്വ ജോലികളും നമുക്ക് ചെയ്യാം. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഈ സമുദായം ഇതുവരെ വന്നത് പോരാ. 100 ഇരട്ടി ആവേശത്തോടെ തിരിച്ചു വരണമെന്ന് ആണയിട്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ അത് മദ്രസയെ 10 മിനിറ്റ് ആക്കിയിട്ട് പോരാ. അതിന് നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കണം. അലിഫ് എന്ന് എഴുതിയിട്ട് അബുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്. അടുത്ത പാഠത്തിൽ ഉമ്മുൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്. എന്നിട്ട് പറയും, ഉമ്മുൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഇപ്പൊ മക്കൾ മുമ്പ് ഇരുന്ന് നഖമൊക്കെ കടിച്ചിട്ട് പറയും അത് മമ്മിയാണ്. ഇന്ന് പിന്നെ ഉമ്മ എന്ന് വിളിപ്പിക്കുന്ന ഒരു ശൈലിയോട് പോലും നിങ്ങൾക്ക് വെറുപ്പാണ്. ഇച്ചിരി കാശൊക്കെ ഉണ്ടായി പോയാൽ മക്കൾ ഉമ്മായെ വിളിക്കണം എന്ന് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന മക്കളെ ഉമ്മ എന്ന് വിളിക്കരുത്, നാണക്കേടാ. എല്ലാ കൂതറകളും ഉമ്മ എന്ന് വിളിക്കാം. അത് മാറ്റിയിട്ട് ഉമ്മി, അതുപോലെ അബി, ഉമ്മി, ഉപ്പി. അതൊരു സ്റ്റൈലല്ലേ? ആരെങ്കിലും വന്ന് വീട്ടിൽ ബെല്ലടിക്കുമ്പോ വാതിൽ വന്നിട്ട് ഉമ്മി ഇവിടെ ഇല്ല, ഉപ്പി ഇല്ല, അതുപോലെ വേറെ കുറെ സ്റ്റൈൽ, അങ്ങനത്തെ സ്റ്റൈലും പദങ്ങളുണ്ട്. ഉമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു വാക്ക് നിങ്ങൾക്ക് ലോകത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കഴിയില്ല. ആ വിളിക്കൊരു സുഖമാണ്, ആ വിളിക്കൊരാനന്ദമാണ്. അത് പഠിപ്പിച്ചു തരുന്ന മദ്രസയോട് നമുക്ക് വെറുപ്പാണ്. നമ്മുടെ മക്കൾ 3-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്, 4-ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഉമ്മയെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മക്കളെ വലിച്ചഴച്ചു കൊണ്ടുപോയിട്ട് അമ്മായിയമ്മ കാണിച്ചാൽ ഉമ്മയുടെ സ്നേഹം നിന്റെ മക്കൾ പഠിക്കൂല. ഇന്ന് അമ്മായിയും മരുമക്കളും റിയാലിറ്റി ഷോ നടത്തുകയാണ്. അമ്മായി വിളിക്കുന്ന ഏറ്റവും വലിയ ചീത്തയ്ക്ക് ജഡ്ജസിന്റെ 50 മാർക്ക്, മരുമോടതിൽ കുറച്ചേ വിളിക്കുള്ളെങ്കിൽ മരുമോക്ക് 15 മാർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ. നല്ല ചീത്ത വിളിക്ക് ട്രോഫി കൊടുക്കുന്ന കാലം. അമ്മ എന്ന സീരിയൽ നിന്റെ പ്രിയപ്പെട്ട മക്കളെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കാണിച്ചു കൊടുത്താൽ എന്റെ വേളാവൂരുള്ള പെങ്ങളെ, ഉമ്മയെ തിരിച്ചറിയാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സാധ്യമല്ല. അങ്ങനെ സാധിക്കുമായിരുന്നു എങ്കിൽ കേരളത്തിലെ ഒരു പത്മശ്രീ നേടിയ ഒരു സിനിമാ നടൻ, നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിന്റെ ഉടമയായ ഒരു സിനിമാ നടൻ, ചില അഭിമുഖങ്ങളിലൊക്കെ മാതാവിനെ കുറിച്ച് നിറകണ്ണുകളോടെ പറയാറുള്ള ആ സിനിമാ നടൻ കിംസ് ഹോസ്പിറ്റലിന്റെ അകത്തടത്ത് കിടന്ന് ഈ അടുത്ത സമയത്ത് മരണപ്പെടുകയുണ്ടായി. അപ്പൊ പരസ്പരം നിങ്ങൾ മനസ്സിലായിരുന്നു മറ്റേ, അതൊക്കെ നമുക്ക് നല്ല അറിവാണ്.
ആ സിനിമാ നടൻ 25 കൊല്ലങ്ങളോളം തന്റെ മാതാവിനോട് പിണങ്ങിക്കഴിയുകയായിരുന്നു സഹോദരങ്ങളെ. 25 കൊല്ലങ്ങളോളം മരിക്കുമ്പോഴും ഇണങ്ങിയിട്ടില്ല. സിനിമാ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? പ്രസവിക്കുന്നത് വീഡിയോയിൽ പിടിച്ച് കാശാക്കാൻ നിൽക്കുന്ന സിനിമാ ലോകത്തിന് മാതൃത്വത്തിന്റെ മഹിതത്തിന്റെ മണ്ടയിൽ ചവിട്ടിയിട്ട് നൃത്തം ചെയ്യുന്ന കലിയിളകിപ്പോയ ആ സിനിമ എന്ന് പറയുന്ന കലയ്ക്ക് മാതാവിന്റെ മാധുര്യം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയോ? എന്റെ അഭിപ്രായത്തിൽ കഴിയില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബും ഭീരങ്കിയും മിസൈലും ബീജബാങ്കും ഹൃദയവും കരളും പോലും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഈ കാലഘട്ടത്തില് എന്തെല്ലാം കണ്ടുപിടിച്ചു പോയി നമ്മുടെ ശാസ്ത്രലോകം. എന്റെ സഹോദരങ്ങളെ, അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ? മാതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവർക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റോ? പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിന്റെ വീട്ടിന്റെ അകത്ത് ആർക്കും വേണ്ടാതെ അടുക്കി വെച്ചിരിക്കുന്ന അല്ലാഹുവിന്റെ ഖുർആനും എടുത്ത് നിവർത്തി നോക്കിയാൽ ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഉമ്മയെ കുറിച്ച്. ആ ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് മാതാവിനെ കുറിച്ച്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു കുർഹാ വവലഅതുഹു കുർഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന മാതാവിന് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള കാരണം എന്തേ? മാതാവിനെ കുറിച്ച് ആവേശത്തോടെ ഇസ്ലാം പറയാനുള്ള കാരണം എന്തേ? പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാ ഖുർആൻ പറയുന്നത്. ഹമലതുഹു കുർഹാ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത്, ഗർഭം ചുമന്നത്. ഹമലതുഹു കുർഹാ, കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ ചുമന്നു. അതത്ര ചെറിയ കാര്യമല്ല. 9.5 മാസം അല്ലെങ്കിൽ 10 മാസം നിന്നെ ചുമന്നുകൊണ്ട്, ചിലതൊക്കെ 10 മാസം ആയാലും വെളി വരില്ല. അങ്ങനെ പല രീതിയിലൊക്കെ മരുന്ന് കഴിച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഉമ്മ, അതത്ര നിസ്സാര കാര്യവുമല്ല. നിങ്ങൾ പറയാം അതിനേക്കാളും വലിയ ഭാരമൊക്കെ നമുക്ക് ചുമക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ പൊക്കിൽ കൊടിയുമായി അറ്റുപോകാതെ കുരുങ്ങിക്കിടക്കുന്ന ഒരു ഭാരം വയറ്റിന്റെ അകത്ത്, അത് കേവലം വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മാനസികമായ ടെൻഷൻ ഉണ്ട്. അല്ലാഹുവേ, വയറിനകത്ത് കുഞ്ഞ് അനങ്ങുന്നുണ്ടോ, കുലുങ്ങുന്നുണ്ടോ, അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കണം, അതിൻ്റെ കൂടെ ജോലി ചെയ്യണം. ഇന്നത്തെ സഹോദരിമാർക്ക് പിന്നെ ഗർഭവതിയാണെന്ന് അറിഞ്ഞാൽ മതി, ഭർത്താവ് എപ്പോഴും AC കൊണ്ടിരുത്തി ചാരിയിരുത്തി ആപ്പിളും എല്ലാം കൊണ്ട് കൊടുത്ത്, മോളെ അനങ്ങരുത്, കുലുങ്ങരുത്, എൻ്റെ വിത്താണ്, തകർക്കണം അതൊക്കെ പറഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്ത് സെറ്റപ്പാണ്. പണ്ടങ്ങനല്ല. 1 വയറ്റിൽ, 2 എണ്ണം കട്ടിലിൽ, 3 എണ്ണം തൊട്ടിലിൽ. 1 മണിക്ക് തൻ്റെ കുടുംബനാഥൻ വീട്ടിലേക്ക് പാടത്ത് പണി കഴിഞ്ഞു വരുമ്പോൾ കഞ്ഞിയും ചമ്മന്തിയും ചീനി പുഴുങ്ങിയതൊക്കെ തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ കരണക്കുറ്റിക്ക് 3 എണ്ണം വേറെ ഇരിക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ട ആ ഉമ്മ ജീവിച്ചു. അന്ന് മക്കൾക്കൊന്നും ഒരു ഗുരുവില്ല. ഇന്ന് AC കിടന്ന് വെറ്റാലും ഡോക്ടർ പറയും ഷുഗർ ഉണ്ടോ എന്നൊരു ചെറിയ സംശയമുണ്ട്. 7ാമത്തെ മാസം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറയും തല തിരിഞ്ഞാണല്ലോ കിടക്കുന്നത്. അപ്പോഴത്തന്നെ ഈ ഭാര്യ പറയും അത് പിന്നെ വാപ്പായെ പോലല്ലേ വരുള്ളൂ, വാപ്പ തിരിഞ്ഞാൽ പിന്നെ മോൻ എങ്ങനെ തിരിയാതിരിക്കും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഉമ്മ അത്ഭുതം തന്നെയാണ്. ഖുർആൻ പറയുന്നത് അതാണ്. ഉമ്മായുടെ സ്നേഹത്തെക്കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്. ഉമ്മാക്ക് ഈ വിലയുണ്ടാവുന്നതിന്റെ കാരണം സഹോദരിമാരിപ്പം മുകളിലിരുന്നുകൊണ്ട് പറയണോ അടിപൊളിയടി, ഇന്നെല്ലാം നമ്മളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പ്രസവം നിർത്തണ്ടായിരുന്നു റബ്ബേ. നിർത്തിയവർക്ക് ഖേദമുണ്ടാകും. അത് വല്ലാത്ത സംഭവം. അത് ഹമലതുഹു കുർഹാ, കഷ്ടപ്പാടനുഭവിച്ചുകൊണ്ടാ നീ ചുമന്നുകൊണ്ട് നടന്നത്. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വവലഅതുഹു കുർഹാ, അതിലേറെ കഷ്ടപ്പാടനുഭവിച്ചുകൊണ്ടാ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചതും ചുമന്നതും കഷ്ടപ്പാടാണത്രേ. തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി പാടിയ ബൈത്ത് നമുക്കറിയാം. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണേ, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണേ.
പകരം വെക്കാനില്ലാത്ത ജോലിയാ ചെറുപ്പക്കാരാ. ഇന്ന് വീട്ടിന്റെ അകത്തിരുന്ന് പുറത്തേക്ക് നിന്റെ ഉമ്മയെ നീ വലിച്ചെറിയാറില്ലേ? ഉമ്മാടെ ഫോൺ കോള് മൊബൈലിലേക്ക് കാണുമ്പോ മുഖം ചുളുക്കിക്കളയുന്ന ചെറുപ്പക്കാരാ, കിളവിയെന്ന് വിളിച്ചുകൊണ്ട് പരിഹരിച്ച് വീട്ടിന്റെ അകത്ത് ജീവച്ചവം പോലെ വീടിന്റെ ഒരു മൂലയ്ക്ക് വലിച്ചെറിയുന്ന നിന്റെ ഉമ്മയുടെ വിലയെന്തെന്നറിയണോ? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ നിങ്ങളെ കണ്ടില്ലേ, ഞാൻ എൻ്റെ ഉമ്മയെയും കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 14-ാം തീയതി എൻ്റെ ഉമ്മാനെയും കൊണ്ട് ഞാൻ പോകുമ്പോ, സഫറുല്ലാഹ് ഉസ്താദിന്റെ ഉമ്മായെയും കൊണ്ട് ബഹുമാനപ്പെട്ടവര് പോകുമ്പോ നമ്മുടെ ഉമ്മാടെ കാലൊന്ന് വേദനിച്ചാൽ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ആ ഉമ്മയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഒരു മനുഷ്യൻ. 7 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റും നടന്ന് ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല. ഉമ്മാക്ക് വല്ലാത്ത ക്ഷീണമാണ്. അതുകൊണ്ടാ ഉമ്മയെ ചുമന്നുകൊണ്ടാ തവാഫ് ചെയ്യിപ്പിച്ചത്. അതെല്ലാം കിടന്ന് വിയർപ്പൊഴുക്കിയിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. വന്നിട്ട് പറയുന്നു, തങ്ങളെ എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ജീവനാണ്. എന്റെ ഉമ്മയുടെ സ്നേഹം വളരെ വിശാലമാണ്. അതുകൊണ്ട് ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ആ കഷ്ടപ്പാടിന് പകരമായി, ഉമ്മ എന്നെ സ്നേഹിക്കുന്നതിന് പകരമായി, ഉമ്മ എനിക്ക് തന്ന ആദരവിന് പകരമായി, ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് വിയർപ്പൊടുക്കിയതിന് പകരമായി ഈ കഅബയുടെ ചുറ്റുഭാഗത്തിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് നടന്നല്ലോ തങ്ങളെ, അതതിന് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ഭാഗത്ത് നിന്ന് ആ പ്രിയ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. എന്നിട്ട് ആ പൊന്നു കൂട്ടുകാരനോട് പറയുന്നു, എടോ 1000 പ്രാവശ്യം ഉമ്മയെ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും നീ നടന്നു പോയാലും, 1000 പ്രാവശ്യം നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും നീ നടന്ന് തളർന്ന് വീണുപോയാലും, നിന്നെ പ്രസവിച്ചപ്പോ നിന്റെ ഉമ്മ അനുഭവിച്ച ഒരു സെക്കൻഡ് വേദനയ്ക്ക് പകരമാവില്ല എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മമാരെ സൗഭാഗ്യവതികളാണ്. മക്കളെ നിങ്ങളെ ചവിട്ടട്ടെ, ഉപദ്രവിക്കട്ടെ, പക്ഷേ ആ ഒരു കർമ്മം നിങ്ങൾക്ക് ലോകത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ സൗഭാഗ്യത്തിന്റെ ഉടമകളാണ്. പടച്ചവനെ, വിവാഹം കഴിഞ്ഞ് 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി ഒരു കുഞ്ഞ് ലഭിക്കാതെ നേർച്ചകളും വഴിപാടുകളും ചികിത്സകളുമായി പണം മുടക്കി കാത്തിരുന്നിട്ട് സങ്കടത്തോടെ ആരെങ്കിലും ഈ സരസിൽ വന്നിരിക്കുന്നുണ്ടെങ്കിലല്ലോ, ഇന്നത്തെ ഈ വിഷയത്തിന്റെ മാഹാത്മ്യം കൊണ്ട് അവർക്കതിനൊരു പരിഹാരം കൊടുക്കണേ അല്ലാ. അപ്പോൾ 1000 പ്രാവശ്യം കഅബാലയത്തിന്റെ ചുറ്റും നിന്റെ ഉമ്മയെ നീ ചുമന്നുകൊണ്ട് നടന്നാലും പ്രസവിച്ചപ്പോ ഉമ്മ അനുഭവിച്ച വേദനയ്ക്ക് പകരമാവൂല. ഒരല്പം വേദനയ്ക്ക് പകരമാവൂല എന്ന് പറഞ്ഞു, ഒരു ചെറിയ വേദനയ്ക്ക് പകരമാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗർഭധാരണവും പ്രസവവും ഉമ്മാക്കൊരത്ഭുതം തന്നെയാണ്. ചില ചെറുപ്പക്കാർ പറയും, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതല്ല, വയറ് കീറിയാണ് എന്നെ പുറത്തെടുത്തത്, സിസേറിയനായിരുന്നു, അതുകൊണ്ട് ഉമ്മാക്ക് വലിയ കഷ്ടപ്പാടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ഞാൻ പുറത്തു വന്ന് കുറേ നേരം കരഞ്ഞതിന് ശേഷമാണ് ഉമ്മാക്ക് ബോധമൊക്കെ വന്നത്. അപ്പോൾ പ്രസവിച്ച സമയത്തുള്ള ഒരു വേദന ഉമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് ഉസ്താദ് ഈ പറയുന്ന ഉമ്മയുടെ ഗൗരവം ഞാൻ കൊടുക്കേണ്ടതില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഷേക്സ്പിയറിന്റെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. മാക്ബത്ത് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. സ്കോട്ട്ലാൻഡിലെ രാജാവായിരുന്ന ഡങ്കനെ വകവരുത്തിയിട്ട് മാക്ബത്തും ഭാര്യയും ആ രാജസ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാക്ടഫ് എന്ന് പറയുന്ന ഒരാൾ മാക്ബത്തിനെ കൊല്ലാൻ വേണ്ടി കടന്നു വന്നപ്പോൾ മാക്ബത്തിന്റെ മുഖത്ത് ഒരു ഭയം കാണുന്നില്ല. മാക്ടഫ് ചോദിച്ചു, എന്തുകൊണ്ട് നീ എന്നെ പേടിക്കുന്നില്ല? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു അമ്മ പ്രസവിച്ചവർക്ക് എന്നെ കൊല്ലാൻ സാധിക്കില്ല എന്ന് മൂർത്തികൾ ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പ്രസവിക്കാത്തവരായി ലോകത്താരുമില്ലാത്തത് കൊണ്ട് ആര് കത്തി കാണിച്ചാലും വാള് കാണിച്ചാലും എനിക്ക് പേടിയില്ല, എന്നെ കൊല്ലാൻ കഴിയില്ല. ഞങ്ങൾ മൂർത്തികളിൽ വിശ്വസിക്കുന്നവരാണ്. ആ സമയത്ത് മാക്ടഫ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ അമ്മ പ്രസവിച്ചതല്ല. അക്ബത്ത് ചോദിച്ചു, അതെന്തേ? എന്നെ അമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് വയറ് കീറിയാണ് എന്നെ പുറത്തെടുത്തത്.
എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കഠാര മക്ബത്തിന്റെ നെഞ്ചകത്തിലേക്ക് കടത്തിയെങ്കിൽ ഇതുപോലെ ചില ചെറുപ്പക്കാർ പറയും, എന്നെ ഉമ്മ എന്നെ പ്രസവിച്ചതല്ല, വയറ് കീറി പുറത്തെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഈ സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മയെ മാത്രമല്ല ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ളത്, പിന്നെയോ ഉമ്മയെ മാത്രമല്ല ഉമ്മ എന്ന് വിളിച്ചിട്ടുള്ളത്. ഉമ്മുനബിന്റെ ഉമ്മാനേറി ആമിനെ ഉമ്മാനബിയെ മുലകൊടു താറ്റി പോറ്റിയെ ഉമ്മ ബീവി ഹലീമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയാണെങ്കിലും പാല് കൊടുത്തതാരാ, ഓമനിച്ചതാരാ, പോറ്റി വളർത്തിയതാരാ? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവരെ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിരുന്നത്? മോനെ ഉമ്മ 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 എന്നാ വിളിച്ചിരുന്നത്. അതുകൊണ്ട് സിസേറിയനായതുകൊണ്ട് വയറുകേറി പുറത്തെടുത്തത് കൊണ്ട് എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയേണ്ട ചെറുപ്പക്കാരാ, മാതാവിന്റെ സ്നേഹമെന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ള മക്കളാകുന്ന സഹോദരങ്ങളെ നമുക്ക് നിർബന്ധമാക്കിയെടുക്കുക. ഏറ്റവും വലിയ നീരുവറ്റാത്ത സ്നേഹത്തിന്റെ ഉറവയാണ് മാതാവിനല്ല പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും അധികം വേദനയോട് ഒരു പൊന്നുമോനെ സമുദ്രത്തിലേക്ക് നെയിൽ നദിയിലേക്ക് ഒഴുക്കി വിട്ട ഒരു മാതാവിന്റെ കണ്ണീരിന്റെ കഥ സഹിക്കാനാകാതെ ആ സമുദ്രത്തിന്റെ കരയിൽ നിന്ന് വിമ്മിപ്പൊട്ടിപ്പോയ ഒരു മാതാവിന്റെ കഥ. ഏത് പ്രവാചകന്റെ മാതാവാണത്? നെയിൽ നദിയിൽ ഒഴുക്കിവിട്ട പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. കിസ് പ്രോഗ്രാം ഒക്കെ നടത്തി എല്ലാവരെയും പഠിപ്പിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. ഏറ്റവും അധികം ഒരൊറ്റയടിക്ക് കിബ്തി വർഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നുകളഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാം. മദീനയിൽ അടക്കപ്പെട്ട പ്രവാചകൻ മാറോന്ന് ചോദിച്ചാ എല്ലാം അങ്ങനെ മൂസ എന്ന് പറയുന്നത് ചോദിച്ചിട്ട് ചോദിച്ചതാ. എല്ലാം അങ്ങനെ മൂസാ നബി എന്ന് പറയാൻ വേണ്ടി പെട്ടെന്ന് ചോദിച്ചതാ. ശരി. അപ്പോ ഈ മൂസാ നബി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖറാ ഇദ് അവൈനാ ഇലാ ഉമ്മിക മാ യുഹാ അനിഖ്ദി ഫീഹി ബിത്താബൂതി ഫഖ്ദി ഫീഹി ബിൽ യമ്മി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ആ മാതാവിന്റെ സങ്കടമതാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന കുഞ്ഞിനെ അവിടുത്തെ രാജാവ് ഇനി പിറന്നു വീഴുന്ന ആൺമക്കൾ തനിക്ക് നാശമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ പിറന്നു വീഴുന്ന ആൺമക്കളെ മുഴുവനും കൊല്ലാ പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ എല്ലാ മക്കളെയും കൊന്നൊടുക്കുമ്പോ മൂസാ നബി ആൺകുട്ടിയാണല്ലോ, ആൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടിക്കകത്താക്കിയിട്ട് നെയ്യ് നദിയുടെ ഓളങ്ങളെ തലോടിയിട്ട് ആ പെട്ടി എങ്ങനെ ഒഴുകിപ്പോര കഥ പറയുന്നുണ്ട്. ആ ഉമ്മാടെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ. വേളാവൂർ സ്കൂളിലേക്ക് പോകാൻ 8 മണിക്ക് ഒരുങ്ങി തയ്യാറായി ഉമ്മാന്റെ കവളത്ത് മുത്തം കൊടുത്തിട്ട് പോകുന്ന 6 വയസ്സുള്ള പൊന്നുമോള് വൈകുന്നേരം 4 മണിക്ക് മടങ്ങി വരുന്നത് വരെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ലാതെ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വേളാവൂരിലെ ഉമ്മ. തിരുവനന്തപുരത്ത് പോലും ഈ 2 ആഴ്ച മുമ്പ് നടന്ന സംഭവമാ. 125 സ്കൂൾ വിദ്യാർത്ഥികളെയും കടത്തിപ്പോയ വാഹനം ഒരു ലോറിയുടെ പിന്നിലിടിക്കുകയാ. ഒരപകടവും സംഭവിച്ചില്ല, ലൈറ്റ് ഒന്ന് പൊട്ടിയതേ ഉള്ളൂ. പക്ഷേ പോലീസിനെ കണ്ടപ്പോ ഡ്രൈവർ ഇറങ്ങി ഓടുകയാ. പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചപ്പോ ആ ഡ്രൈവർ മൂക്കറ്റം കള്ളു കുടിച്ചിരിക്കുകയാണ്. 125 മക്കള്, 4 വയസ്സുള്ള 5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട മക്കൾ ഉമ്മാന്റെ കവളത്ത് മുത്തം കൊടുത്ത് വേഗം തൂക്കിയിട്ട് സലാം പറഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മക്കളെ കൊണ്ടുപോകുന്ന ഡ്രൈവർ എങ്ങനെയാണെങ്കിൽ സമാധാനമുണ്ടോ ഉമ്മ? അങ്ങനാണെങ്കിലോ നെയിൽ നദിയുടെ മുകൾ പരപ്പിലൂടെ ഒടുക്കി വിടുന്ന കുഞ്ഞിന്റെ സങ്കടം ചിന്തിക്കുന്ന ഉമ്മാടെ മനസ്സിന്റെ പ്രയാസം നിങ്ങൾ ആലോചിക്കുക. ഖുർആൻ മാത്രമല്ല അത് പറയുന്നത്. മഹാഭാരതം പരിശോധിച്ചാൽ വെളാവൂര് ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടാകും ഇതിന്റെ പരിസരങ്ങൾ. മഹാഭാരതം പരിശോധിച്ചാൽ കാണാം 99 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഗാന്ധാരി എന്ന മാതാവിന്റെ സങ്കടം. 99 മക്കൾ നഷ്ടപ്പെട്ടു പോയി. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഗാന്ധാരി പറഞ്ഞു, എന്റെ 99 മക്കളെയും കൊല്ലിച്ചു കളഞ്ഞല്ലോ. മറുപടി പറയാൻ ശ്രീകൃഷ്ണ ഭഗവാന് വാക്കുകളില്ല. കാരണം ആ മാതാവിന്റെ നൊമ്പരം അത്രത്തോളം വലുതാണ്. ഇതുപോലെ ഒരുപാട്
അപ്പോൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ മാമ്പഴം എന്ന് പറയുന്ന മനോഹരമായ കവിത, അതൊരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും ബന്ധത്തെ വിളിച്ചോതുന്ന കവിതയാണ്. എത്ര ഭംഗിയാണതൊക്കെ. ഇന്നങ്ങനെയുള്ള കവിതകൾ നമുക്ക് കാണാനില്ല, കിട്ടാനില്ല. അപൂർവം ചിലർ ചെന്തിയും തെറിച്ചൊക്കെ ഒരു പാട്ട്. ഇപ്പോൾ ഈ അടുത്തൊരു നബിദിനത്തിന് ഒരു കുട്ടി നബിദിന പ്രോഗ്രാമിന് മൈക്കിലൂടെ പാടിയൊരു പാട്ട് കേട്ടു, വല്ലാത്ത രസം തോന്നി. പക്ഷേ ആ കുട്ടി അങ്ങനെ പാടുമ്പോൾ അത് രസം തോന്നാൻ കാരണം അതിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ടിന് ആ കുട്ടി പാടിയപ്പോൾ രസമുണ്ടായത്. ഉമ്മ എൻ്റെ പൊന്നുമ്മയാ, ഉമ്മ എന്നും എൻ്റെ ജീവനാ, ഉമ്മ തന്ന സ്നേഹം എന്നുമ്മ തന്ന ലാളനം ഒരിക്കലും മറക്കുവാൻ കഴിയുകില്ല, എൻ്റെ ഉമ്മാനെ ഒരിക്കലും വെറുക്കുകയില്ല. അതാ കുട്ടി ഉമ്മയെ ആലോചിച്ച് പാടുമ്പോൾ എന്തൊരു സങ്കടമായിരിക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും ഉള്ള ദീർഘായുസ് അള്ളാഹു തരട്ടെ. എത്ര രോഗിയാണെങ്കിലും നമ്മൾ പരിചരിക്കണം, എത്ര രോഗിയാണെങ്കിലും നമ്മൾ നോക്കണം. ഗുരുവായൂർ ഭാഗത്ത് ഒരു ഉമ്മ മരണപ്പെട്ടപ്പോൾ 3 മാസത്തിന് ശേഷം അവിടെ പ്രസംഗം നടന്നപ്പോൾ ആ പ്രസംഗ സ്റ്റേജിൽ വന്ന പ്രിയപ്പെട്ട 7 മക്കൾ സങ്കടത്തോടുകൂടി പറയാണ്, ഉസ്താദേ ഞങ്ങളുടെ ഉമ്മ മരണപ്പെട്ടു പോയി. 6 കൊല്ലം നമ്മുടെ ഉമ്മ കിടന്ന കിടപ്പിലായിരുന്നു, മലമൂത്ര വിസർജനം, അനങ്ങാൻ കഴിയില്ല കിടക്കയിൽ നിന്ന്. പക്ഷേ ആ ഉമ്മാടെ മുതുകിന്റെ ഭാഗത്തൊരു ചെറിയ പൊട്ടൽ പോലും വരാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല ഉസ്താദെ. തറയിൽ വെക്കാതെ ഞങ്ങൾ നോക്കി. 7 മക്കളും നമ്മുടെ ഉമ്മായെ വല്ലാതെ ഞങ്ങൾ നോക്കി. ഒരു ഈച്ച വന്നിരിക്കില്ല, ഉമ്മ കിടക്കുന്ന റൂമിൻ്റെ അകത്ത് ഒരു ദുർഗന്ധമുണ്ടാവില്ല. ഫുൾ ടൈം ഉമ്മയുടെ കൂടെ സർവ്വദിനം ഞങ്ങൾ നിന്നു. മരണപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കൽബ് പൊട്ടിപ്പോയി എന്ന് 7 മക്കൾ പറയാണ്. നമ്മളാണെങ്കിലോ ഉമ്മ ഒന്ന് ചുമച്ചു തുടങ്ങിയാൽ ഉമ്മയുടെ കാർക്കിച്ചു തുപ്പിയിട്ട് കഫം പുറത്തു വരാതെ നീ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റിന്റെ മുകളിൽ ആ മാതാവിന്റെ കഫം വീണുപോയാൽ മാതാവിനെ കാലിൽ പിടിച്ചു പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളുടെ മുമ്പിലല്ലേ ഈ വിഷയം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആലോചിച്ചു നോക്കി. വീട്ടിനകത്തേക്ക് കയറി വരുന്ന തൊലിവെളുപ്പുള്ള സുന്ദരിയായ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയെ വീട്ടിൽ കമ്പേറടിക്കാതെ വെച്ച് കെട്ടുന്ന ഒരു കോലത്തെ പോലെ കെട്ടിവെക്കാൻ മക്കൾ മനസ്സ് വെക്കുകയാണ്. ചില ഉമ്മമാര് പറയും, അങ്ങനെ പറഞ്ഞ് കേറ്റിക്കോട് മുസ്ലിയാരെ, എൻ്റെ മരുമോളും പോനും വന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഉമ്മ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇപ്പോഴെങ്ങ് ഇറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ നമ്മുടെ ദുആ പോലും അല്ലാഹ് സ്വീകരിക്കൂല. അത്രയ്ക്ക് ദുഷ്ടത്തിയ സംഭവമൊക്കെ ഉമ്മ വലിയ സെറ്റപ്പാ, ഓക്കെ. പക്ഷേ മുട്ടയ്ക്കകത്ത് ABCD എഴുതി മരുമോക്ക് വാട്ടിക്കൊടുത്താൽ അള്ളാടെ കുഴപ്പമാണ്. അങ്ങനെയുള്ള ഉമ്മമാരുണ്ട്. വേളാവൂര് പ്രത്യേകിച്ചുണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഒരു കാര്യം ഉറപ്പാ, നിന്റെ ആൺമക്കളെ, നിന്റെ മോനെ നീ സ്നേഹിക്കുന്നു എന്ന് നീളം വായിലങ്ങോട്ട് പറയുമല്ലോ ഉമ്മമാരെ, ആ വാക്ക് നീ കൽബിൽ തട്ടിയാണ് പറയുന്നതെങ്കിൽ ആ മോന്റെ ഭാര്യയെ പിണക്കാൻ ഒരിക്കലും ഒരു ഉമ്മാക്ക് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പക്ഷേ നീ പറയുന്നത് വെറുതെയാ. നിനക്ക് മോനും കണക്കാം, ഒരു മോളും കണക്കാം. നിന്റെ മകനെ നീ സ്നേഹിക്കുന്നത് ഏറ്റവും നല്ല സ്നേഹത്തിലാണെങ്കിൽ നിന്റെ മകന്റെ മനസ്സ് നിന്റെ മരുമകളെ നീ വേദനിപ്പിച്ചാൽ പിണങ്ങും, അല്ലെങ്കിൽ വേദനിക്കും എന്ന് മനസ്സിലായാൽ എന്റെ സഹോദരങ്ങളെ, ആ മരുമകളോട് പിണങ്ങാൻ ഒരിക്കലും ഉമ്മാക്ക് സാധ്യമല്ല. ഇന്ന് പൊരിഞ്ഞടിയാ. കല്യാണം കഴിഞ്ഞ് 3 മാസം വരെ ഭയങ്കര സെറ്റപ്പാ. 4ാമത്തെ മാസം ആകുമ്പോൾ അവൻ എങ്ങും പോകുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. അള്ളാഹു കുടുംബജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ പറയണേ ഇയാളെ സദസ്യം ഒന്നും നമുക്കിട്ട് പണിയാണ്, തങ്ങളാണെന്ന് പോലും നമ്മൾ നോക്കൂലെന്ന് പറയാം. അപ്പോൾ ആ പ്രിയമുള്ള ഉമ്മയുടെ സ്നേഹം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ക്രൂരത കാണിക്കുന്ന അമ്മായിമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പം ചില മരുമക്കളൊക്കെ പറയും, അല്ലാഹുവേ പെട്ടെന്നത് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവേ മാമി അടുത്തിരിക്കുകയായിരിക്കും, കസേര അങ്ങോട്ടും തിരിച്ച് ഒന്ന് ഇങ്ങോട്ടും തിരിച്ച്, എങ്ങനെ തിരിച്ചാലും കുഴപ്പമില്ല, ബക്കറ്റ് വരുമ്പോൾ നിങ്ങൾ നേരെ ഇരുന്നാൽ മതി. അപ്പോ അങ്ങനെയുള്ള ഉമ്മമാര് ശാപമാണ്. ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നതെന്നൊക്കെ പറയാം. അപ്പൊ മാമ്പഴം എന്ന് പറയുന്ന മനോഹരമായ കവിത, അതിൻ്റെ അകത്ത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പറയുന്നതൊരു മാതാവിന്റെ മകനോടുള്ള സ്നേഹത്തിന്റെ, മകൻ നഷ്ടപ്പെട്ടു പോയ നൊമ്പരപ്പാടിന്റെ കഥയാണ്.
അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നോ ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടേ ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ ലെമ്മളർ ചുണ്ടം നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഒരു മാമ്പഴം വന്ന് വീഴുമ്പോൾ തൻ്റെ മകൻ ഇല്ലല്ലോ അതെടുത്ത് കഴിക്കാൻ എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിലവിളിച്ച് കരയുന്ന ഒരു ഉമ്മയുടെ സങ്കടം, ഒരു മാതാവിന്റെ നൊമ്പരം ആ കവിതയിലൂടെ എഴുതുമ്പോൾ ഇന്ന് ഉമ്മയെക്കുറിച്ച് എന്താ നമ്മുടെ കയ്യിലുള്ളത്? ചില ചെറുപ്പക്കാരുടെ മൊബൈലിൽ ഒരു കാർട്ടൂൺ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഉമ്മയെക്കുറിച്ചുള്ളത്. ഉമ്മാക്ക് പെണ്ണേട്ടണം, ഉമ്മാക്ക് പെണ്ണേട്ടണം, കൂറു പെണ്ണേട്ടി, സുബേറ് പെണ്ണേട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ ചുമന്നുകൊണ്ട് നടക്കുക. എന്ത് കിട്ടിയാലും സേവ് ചെയ്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്തളയാ. ഇത് തന്നെ പരിപാടി. എന്ത് കിട്ടിയാലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക. ഒഴിവാക്കണം സഹോദരങ്ങളെ, അനാവശ്യമായതൊന്നും കൊണ്ട് നടക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഉമ്മാക്ക് പകരം ഇത്രയും സ്നേഹം നമുക്ക് തരുന്ന, ഇത്രയും സ്നേഹസമ്പന്നയായ ഉമ്മാക്ക് പകരം നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു ഉമ്മയെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ടിട്ട് ഓടി വരികയാ. ഇന്ന് വേളാവൂരിന്ന് ഉമ്മയെ അറിയുക എന്ന നസീഹത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ, എന്റെ ഉമ്മ നിങ്ങളെ ഞാൻ പല പ്രാവശ്യം ചീത്ത വിളിച്ചിരുന്നു, കുറ്റപ്പെടുത്തിയിരുന്നു. കൂട്ടുകാരോടൊത്ത് ഡിസംബർ 31 പാതിരാത്രി ന്യൂ ഇയർ ആഘോഷിച്ച് രാത്രി ഞാൻ വരാൻ വൈകിയപ്പോ എന്നോടുമ്മ ചോദ്യം ചെയ്തപ്പോ ഞാൻ ചൂടായിരുന്നു. അതിനെല്ലാം ഇന്ന് പൊരുത്തം തരണമുമ്മ. ഇന്നത്തെ പ്രഭാഷണം അതായിരുന്നല്ലോ. ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് സ്വർഗമില്ല, എനിക്ക് കലിമ പറഞ്ഞു മരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വേദനയോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പൊരുത്തം ചോദിക്കുക. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഉമ്മയെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ടിട്ട് സഹിക്കാനാകാതെ ഓടി വരികയാ. വന്നിരുന്നു കൊണ്ട് കണ്ണീരോടെ വീടിന്റെ മുമ്പ് വന്നിരുന്നിട്ട് അന്നഹു യലഉ ഖദ്ദഹു അലൽ അർളി, തന്റെ കവിളുണ്ടല്ലോ ആ കവിളതാ മണ്ണിന്റെ മുകളിൽ വെക്കുകയാണ്. ഭൂമിയുടെ ചരൽക്കല്ലുകൾക്ക് മുകളിൽ തന്റെ കവിള് വെക്കുകയാ. എന്നിട്ട് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു ഉമ്മായെ വിളിക്കുകയാണ്. അകത്തിരിക്കുന്ന ഉമ്മായെ വിളിക്കുന്ന, യാ ഉമ്മീ ഖൂമി ഫസ്നഇ ഖദമികി അലാ ഹദ്ദി, എന്റെ ഉമ്മ അവിടുത്തെ കാൽപാരം കൊണ്ടുവന്നിട്ട് എന്റെ മറു കവിളിൽ ഒന്ന് ചവിട്ടണം ഉമ്മ. അല്ലാതെ പൊരുത്തത്തിന് ഞാൻ എന്ത് ചോദിക്കാനാ ഉമ്മ നിങ്ങളോട്? ലോകത്തെ ഏറ്റവും അധികം സ്നേഹം ഞാൻ തരേണ്ടത് നിങ്ങൾക്കാ, ഏറ്റവും നല്ല സന്തോഷം ഞാൻ തരേണ്ടത് നിങ്ങൾക്കാ, ഏറ്റവും നല്ല പുഞ്ചിരി തരേണ്ടത് ഞാൻ നിങ്ങൾക്കാ എന്ന് പറഞ്ഞുകൊണ്ട് കവിള് കൊണ്ട് വെച്ചിട്ട് ചവിട്ടാൽ പറഞ്ഞു പോരെങ്കിൽ എന്റെ വേളാവൂര് മക്കത്തുൽ മുകറമയുടെ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മായെ അത്രത്തോളം വലിയ സ്നേഹം കൊണ്ട് നീ പൊതിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഉമ്മ നിന്നെ കുറ്റപ്പെടുത്തിയപ്പോ നീ തിരിച്ചു കളിയാക്കിയില്ലേ? നിന്റെ ഉമ്മയെ നീ പരിഹരിച്ചില്ലേ? നിന്റെ വിവാഹം കഴിഞ്ഞപ്പോ നിന്റെ ഉമ്മ നിനക്കൊരധികപ്പറ്റായി തീർന്നില്ലേ? എന്റെ ചെറുപ്പക്കാരാ, എത്ര സുന്ദരിയാണ് നീ കെട്ടിക്കൊണ്ടുവന്നാൽ അവളുടെ മുഖത്ത് നോക്കിയിട്ട് 3 ത്വലാഖ് ചൊല്ലിയാൽ നീയും നിന്റെ ഭാര്യയുമായിട്ടുള്ള സർവബന്ധവും തീരുകയാണ്. എത്ര വലിയ സ്നേഹത്തിന്റെ ഉടമയായിരുന്നാലും രാത്രി 10 മണിയായി മടങ്ങി വരാൻ താമസിച്ചു പോകുമ്പോ വൈഫിന്റെ മെസ്സേജ്, ഐ മിസ് യുടാ, ഐ ലേറ്റ്. ഒരുപാട് വൈകിപ്പോയി കരളെ അല്ലേ? അവനപ്പോ പറയും, മീറ്റിംഗിലാണ് മുത്തേ, ഞാനിപ്പോ എത്തൂലേ സത്തേ. അല്ലാഹുവേ, ഇതിനൊന്നും ഒരു പരിഹാരമില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. 3 ത്വലാഖ് ചൊല്ലിയ കഴിഞ്ഞ സംഭവം. പിന്നെ ഭാര്യയും ഭർത്താവുമല്ല, പിന്നെ ഇസ്ലാമിക നിയമപ്രകാരം അവൾ നിന്റെ അന്യ സ്ത്രീയാണ്.
പിന്നെ തൊടൽ ഹറാമാണ്, കാണൽ ഹറാമാണ്, മിണ്ടൽ ഹറാമാണ്. ഇന്ന് പെണ്ണ് കാണാൻ പോയാൽ നമ്പരും മാറ്റി മിസ് കോൾ അടിക്കും, മെസ്സേജ് അയക്കും, സംസാരിക്കും, അത് വേറെ കാര്യം. ചെറുപ്പക്കാരത് അവസാനിപ്പിക്കണം. ഹറാമ് ചെയ്തിട്ട് കുടുംബജീവിതത്തിലേക്ക് കയറിയാൽ ഉള്ള ബർക്കത്തോടെ നഷ്ടപ്പെട്ടു. അത് പറഞ്ഞില്ല എന്ന് വേണം. അപ്പോൾ 3 തൊലാക്ക് ചൊല്ലിയാൽ ആ ബന്ധം കഴിഞ്ഞു. ഉമ്മയുടെ ബന്ധം കഴിയാൻ എത്ര തൊലാക്ക് ചൊല്ലണം? ഉമ്മയുടെ ബന്ധം തീർക്കാൻ. ചില ചെറുപ്പക്കാർ പറയുന്നുണ്ടില്ലേ, ഉമ്മ വല്ലാത്ത ദേഷ്യപ്പെടല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എങ്ങനെയാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാതായത്? ആദ്യം കുറേ കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഉമ്മ എന്ന വാക്കല്ലാതെ ഒരു ഹർഫ് നിന്റെ നാവിൻ തുമ്പിൽ വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിശന്നു പോയാൽ ഉമ്മ എന്ന് വിളിച്ചിരുന്ന കാലഘട്ടം, ആദ്യമായി പിച്ച വെച്ച് നടന്നപ്പോ ഉമ്മ എന്ന് വിളിച്ചിരുന്ന കാലഘട്ടം. അല്ലാഹുവേ, ഉറക്കം വന്നില്ലെങ്കിൽ ഉമ്മ, പനി വന്നാലും ഉമ്മ, വേദനിച്ചാലും ഉമ്മ, പ്രയാസപ്പെട്ടാലും ഉമ്മ, വയറ് വിശന്നു പോയാൽ ഉമ്മ ഉമ്മ ഉമ്മ, പേടിച്ചു പോയാൽ ഉമ്മ, എന്തിനേറെ ഉറക്കത്തിൽ കിടന്ന് ഞെട്ടുന്ന സ്വപ്നം കണ്ട് ഞെട്ടി കണ്ണു തുറന്നാലും ഉമ്മ. എപ്പോഴും ഉമ്മ 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 ഉമ്മ, ഇതെന്നെ പറച്ചില്, ഇതിനപ്പുറത്തൊന്നുമില്ല. എപ്പോഴും ഉമ്മ ഉമ്മ ഉമ്മ. അങ്ങനെ പറഞ്ഞിരുന്ന നീ ഇന്ന് തണ്ടും തടിയും തൻ്റെ ഇടവും അല്ലേ, ഉമ്മായെക്കാളും വളർന്ന് സ്വന്തമായി വീടൊക്കെ വെച്ച് വലിയ സെറ്റപ്പായപ്പോൾ ഇപ്പോ നിനക്ക് നിന്റെ ഉമ്മ ചൂടാകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഉപ്പയും ഉമ്മയും വീടിന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മകൻ ഇങ്ങനെ പൾസറിൽ അല്ലെങ്കിൽ ബുള്ളറ്റിൽ ഇല്ലെങ്കിൽ വാഹനത്തിൽ വരുന്നത് കാണുമ്പോൾ ഉപ്പ പറയും, ഓം ബ്രാഹ്മണ്ടല്ലോ, ഭൂതം വരണ പോലെയാ. ദജ്ജാല് വന്നാലും ഇങ്ങനെ പേടിക്കൂല ഉമ്മ. പേടിച്ച് അടുക്കളയിൽ പോയി ഉമ്മയുടെ ജോലി, വാപ്പാടെ ജോലി, പത്രമൊക്കെ വായിച്ചിട്ട് ഉമ്മ ഉള്ള കട്ടനെടുത്ത് ഉമ്മ അപ്പോഴേ കട്ടൻ ചായ. എന്തോ എനിക്ക് ഷുഗറൊന്നുമില്ല, എനിക്കൊരു ഗുരുവില്ല, അതിലിടൂലേ? ഇടാൻ മോനെ, ഇച്ചിരി പഞ്ചസാര കുറവാണ്. ക്ലാസ്സോടുകൂടി ഒറ്റേറി ഞാൻ ചെലവിന് തരുന്നതെല്ലാം വാങ്ങി കളവനും കളവിടെ നക്കിക്കൊണ്ടിരുന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് ബൈക്ക് കൊടുത്തപ്പോഴേ തിരിച്ചങ്ങ് പോകും. ഉടനെ വാപ്പ വന്നിട്ട് പറയും, നീ എന്തിനാടി അവനെ പിണക്കി വിട്ടത്? ഇനി അവനിപ്പോൾ കടയിൽ പോയി തട്ടുദോശയും കഴിച്ച് അപ്പുറത്തെ ബിവറേജിൽ കയറി കള്ളും കുടിച്ച് കൂട്ടുകാരുടെ വീട്ടിൽ പോയി വെട്ടിയും അല്ല കുപ്പിയും പൊട്ടിച്ച് അവിടെ വിൽക്കൂലേ? എനിക്ക് വരും ചായ തന്നില്ലേലും കുഴപ്പമില്ല, മോനിച്ചിരി മധുരം കൂട്ടി കൊടുത്തൂടായിരുന്നു. അപ്പോഴും ആ ഉമ്മാടെ കണ്ണ് നിറയൂല. ആ ഉമ്മാടെ കണ്ണ് നിറഞ്ഞാൽ അത് ദേഷ്യപ്പെട്ടതിന് വേണ്ടിയിട്ടല്ല, തന്റെ മകൻ രാത്രിയിൽ വീട് വിട്ടുപോയല്ലോ, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. ഈ ഉമ്മാക്ക് പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചിന്തിച്ചിട്ടുണ്ടോ നാളിതുവരെ ഉമ്മാടെ അത്ഭുതത്തെക്കുറിച്ച്? ചില ഉപ്പമാരുണ്ട് ഒരു മാർദ്ദവവും ഇല്ലാതെ മക്കളെ പരിഹസിക്കുന്നവർ. ചിലപ്പോ 4 മക്കളുള്ളതിൽ 4-മത്തവൻ ചിലപ്പോൾ ഇച്ചിരി പ്രശ്നക്കാരനായിരിക്കും, ജോലിയൊന്നും ഇല്ല, കൂലിയില്ല, പാപ്പാടെ ഷീറ്റും മോട്ടിച്ച് ഉമ്മാരെ ഒട്ടുപാലും എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ജീവിക്കണവരാ. അവനിങ്ങനെ വേളാവൂർ ടൗണിൽ ഒരു ചെറിയ മുറുക്കാൻ കടയിട്ട് ദിവസം ഒരു 150 രൂപ കിട്ടും, ഇത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാപ്പ ഉണ്ടെങ്കിൽ വരില്ല. വാപ്പ ഉണ്ടെങ്കിൽ വന്നാൽ വാപ്പ പറയും, വന്നു മുതലാളി വന്നടി ചോരട്ടോട്. വാപ്പ അങ്ങനെയാണല്ലോ, വാപ്പന്മാര് മൊത്തം അങ്ങനെയാ. അത് കേൾക്കാത്തത് കൊണ്ട് ഒരു ദിവസം അവൻ ഇങ്ങനെ വന്നപ്പോൾ വാപ്പ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ, അവൻ അറിഞ്ഞില്ല. അല്ലാ, ചീത്ത ഉണ്ടായിരുന്നു ഇവിടെ റബ്ബേ. അപ്പൊ ഉടനെ വാപ്പ പറഞ്ഞു, ഓ ആരിഫാ, ബിരിയാണി എടുത്തു വെച്ചോ, മുതലാളി വന്നു. മുറുക്കാങ്കടയാണ്, 2 ചൈനയും കേനിയും ആനിച്ചും അതും ഇതൊക്കെ വെച്ച് അങ്ങനെ ജീവിക്കണം മോനാ. അപ്പൊ മുതലാളി ഒന്നും എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് പെട്ടെന്ന് ആ വാക്ക് ഫീൽ ചെയ്തു. അകത്തേക്ക് ചെന്നപ്പോ വാപ്പ പറഞ്ഞടാ, പെരുന്നാളായി, ഖത്തറിലുള്ള എൻ്റെ മൂത്ത മകൻ കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് അയച്ചു തന്നത് 50,000 രൂപയാ. അടിപൊളി ഡ്രസ്സും അതും ഇതൊക്കെ തന്നു. ഒരു വാച്ച് അവൻ കൊടുത്തയച്ചു. അതുപോലെ 2-മത്തവൻ ദുബായിൽ നിന്ന്. ഓ, അവനെ പിന്നെ നീ എന്തെങ്ങനെയായി, 10 രൂപയെങ്കിലും ഈ പെരുന്നാളിന് എനിക്ക് തരൂടാ. അതവന് വല്ലാത്ത മനസ്സിൽ സങ്കടമായി. അകത്ത് ചെല്ലുമ്പോൾ ഉമ്മ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുകയാണ്. പക്ഷേ ഉടഞ്ഞുപോയ മനസ്സുമായി ഈ പൊന്നുമോന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഭക്ഷണം വാരി വാക്കിയകത്ത് വെച്ചപ്പോൾ അവന്റെ കണ്ണ് നിറയുകയാണ്. ഈ സംഭാഷണം മുഴുവനും അകത്തിരുന്ന് ഉമ്മ കേട്ടു. ആ ഉമ്മ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് ആ ഉമ്മ പറയും, എന്റെ കുട്ടിക്കും അള്ളാഹു ഒരു നല്ല കാലം തരും, എന്റെ കുട്ടിക്കും അള്ളാഹു പടച്ച തമ്പുരാൻ ഒരു നല്ല കാലം തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഈ ലോകത്ത് ഉമ്മയല്ലാതെ എന്റെ വേളാവൂരുള്ളവരെ അതിന് പകരം വെക്കാൻ മറ്റൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
എത്ര ചവിട്ടിയാലും എത്ര അടിച്ചാലും എത്ര ഇടിച്ചാലും എന്റെ പൊന്നുമോനെ കാക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യാൻ ഉമ്മമാർക്കല്ലാതെ സാധ്യമല്ലല്ലോ. എന്നാൽ ഒരത്ഭുതം നടന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്ത്. അത്യത്ഭുതം. ഒരു ഉമ്മ പറഞ്ഞു, എന്റെ മോന് നരകം കിട്ടണം, അതിനുവേണ്ടി ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയണമെങ്കിൽ എന്തുമാത്രം ആ മകൻ ഉപദ്രവിച്ചിട്ടുണ്ടാകും. മദീനയുടെ മണവാളൻ കടന്നു ചെല്ലുകയാണ്. ഖബറുകളുടെ ഭാഗത്തൂടെ മുത്തുനബി തങ്ങൾ നടന്നു പോകുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഖബറിന്റെ അകത്തിരുന്ന് നിലവിളി കേൾക്കുകയാ, നബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ. ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട. അല്ലാഹുവിന്റെ റസൂൽ ഇന്ന് എങ്ങനെയാണ് ഖബറിന്റെ അകത്തുള്ളവരുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന്. എല്ലാ ഖബറുകളുടെ നിലവിളിയും റസൂലുള്ളാഹി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ. പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം നബി തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകൻ. അല്ലാതെ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചില വിവരമില്ലാത്തവർ ചുമന്നുകൊണ്ട് നടക്കുന്ന പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല. അത് അവരുടെ പ്രവാചകനാണ്, അത് അവരുടെ പ്രവാചകനാണ്. നമ്മുടെ പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല. നമ്മുടെ പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട്. ഖബറിന്റെ ഉള്ളറയിൽ കിടക്കുന്നവരുടെ അദാബ് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങിക്കരഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകരോട് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാഹു ഈ സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ എന്നെ രക്ഷപ്പെടുത്തണം നബിയേ. എന്റെ കാല് മുതൽ തലച്ചോറ് വരെ ഞാൻ നരകത്തീ കൊണ്ട് വെന്തുരുകുന്നു നബിയേ. അത് കഴിയുമ്പോ തല മുതൽ ഉള്ളംകാല് വരെ വീണ്ടും വെന്തുരുകി പോവുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്തേ നീ ചെയ്ത തെറ്റെന്തേ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, എല്ലാ നന്മകളും ചെയ്തു നബിയേ. സ്വതക്ക ചെയ്തു, ഇബാദത്ത് ചെയ്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു നബിയേ. പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനുമായി വഴക്കുണ്ടായി നബിയേ. എന്തുമ്മാടെ പൊരുത്തമില്ലാതെയാ മരിച്ചുപോയത്. ലൈബ്രറിയുടെ നടത്തിപ്പുകാരാര മക്കത്തുൽ മുക്കറബയിലെ സ്നേഹസമ്പന്നരായ ചെറുപ്പക്കാരാ വെമ്പായത്ത് KMYF പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനുവേണ്ടി ഓടി നടന്ന കഷ്ടപ്പെട്ട ചുറുചുറുക്കുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള പ്രിയ യുവ സുഹൃത്തുക്കളെ, ഈ പരിസരത്തിൽ നിന്നെല്ലാം അത് ശ്രമിക്കാവുന്ന പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ, ഇന്ന് ഈ മക്കളെ കെട്ടിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹമാണ്, പള്ളിക്ക് പൈസ വിരിച്ചു കൊടുക്കാൻ ഉത്സാഹമാണ്, ലൈബ്രറി നടത്താൻ ഉത്സാഹമാണ്, നബിദിന ഘോഷയാത്ര നടത്താൻ ഉത്സാഹമാണ്. അതിൻ്റെ അകത്ത് സിനിമ പാട്ടിട്ടുകൊണ്ട് റോഡിൽ വന്ന് നൃത്തം ചെയ്യാനും നിനക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിന്റെ അകത്തെ ഉമ്മയെ നീ എന്തിനാ വേദനിപ്പിച്ചത്? എന്തിനാ വേദനിപ്പിച്ചത്? ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന നബിയെ, എല്ലാ പുണ്യങ്ങളും ഞാൻ ചെയ്തു പോയവനാണ്. പക്ഷേ തങ്ങളെ, എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ ഞാൻ മരിച്ചുപോയത്. അല്ലാഹുവിന്റെ റസൂല് അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് വരികയാണ്. മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, എല്ലാവരെയും അറിയിക്കുക, ഏതൊക്കെ മക്കൾ മരിച്ചുപോയ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവര് മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദുആ ചെയ്യുക. കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഖബറിന്റെ ഭാഗത്ത് പോയിട്ട് ദ്വാരക്കുക. ഏതെങ്കിലും ഉമ്മമാര് പോകാതിരുന്നാൽ ആ വിവരം എന്നെ അറിയിക്കണമെന്ന് മുത്തുനബി തങ്ങൾ അറിയിപ്പ് കൊടുക്കുമ്പോ പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു, നബിയേ, എല്ലാ ഉമ്മമാരും ഖബറിന്റെ അടുത്ത് പോയി വീട്ടിൽ നിന്ന് ദ്വാരുന്നു. പക്ഷേ ഒരു ഉമ്മ മാത്രം പറഞ്ഞു, ഞാൻ എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യൂല, ഞാൻ എൻ്റെ മോന് വേണ്ടി അല്ലാഹുവോട് ദ്വാരക്കൂല, എനിക്കെൻ്റെ മോന് നരകം കൊടുത്താ മതി, എൻ്റെ മോന് ഖബറിന്റെ അകത്ത് സമാധാനം വേണ്ട എന്ന് പറയുന്നു നബിയേ. സ്നേഹം പഠിപ്പിച്ച പ്രവാചകന്റെ കണ്ണുനീര് അടകെട്ടി ഒടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് വിളിക്കുക, കൊണ്ടുവരിക ഉമ്മയെ. നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്നു വരുന്ന തൊളി ചൊട്ടി ചുളുങ്ങിപ്പോര
കണ്ണുകുഴിയിലേക്ക് വീണുപോയ ഒരു വടി കുത്തി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉമ്മ. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ഉമ്മ നിന്റെ പൊന്നുമോനെ രക്ഷപ്പെടുത്തണ്ടേ, നിങ്ങളുടെ പൊന്നുമോന് സ്വർഗം കൊടുക്കണ്ടേ, അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു, നബിയേ അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നബിയേ, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ, എന്റെ പൊന്നുമോൻ എന്നെ ചവിട്ടിയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല നബിയേ, അവൻ അനുഭവിക്കണം നബിയേ. ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ, ആ ഉമ്മാടെ മനസ്സ് എന്തുമാത്രം നീ ചവിട്ടിയിട്ടുണ്ട് മോനെ. ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു കൊള്ളുക, ഈ ചരിത്രം നിനക്കുള്ളതാണ് മോനെ. എന്തൊക്കെ പുണ്യങ്ങളും മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ ശപിച്ചാ അതൊന്നും അല്ലാഹു സ്വീകരിക്കൂല, പിന്നെ അവിടെ അങ്ങോട്ട് അദാബ് തന്നെ. ആ ഉമ്മ പറയുന്ന നബിയേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മാടെ വിരൽ തുമ്പ് പിടിച്ച് നടന്ന് ചെല്ലുകയാണ്. ആ ഖബറിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാ, മകനെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തു നബി തങ്ങൾ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ഈ പൊന്നുമോൻ ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് ഈ ഉമ്മാക്കൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ, ആ പൊന്നുമോന്റെ നിലവിളി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അവിടുത്തെ കാതുകൾ രണ്ടും ഇതാ ഈ ഖബറിന്റെ മണ്ണറക്കൂടിന്റെ മുകളിൽ വെക്കുക ഉമ്മ, എന്നിട്ട് ആ പൊന്നുമോന്റെ സങ്കടം നിങ്ങൾ അറിയണം ഉമ്മ. മദീനയിൽ നടന്ന അത്ഭുതമേ, അത്ഭുതത്തരന്റെ രാജകുമാരന്റെ നാവിൻ തുമ്പിലൂടെ മദീനക്ക് കിട്ടിയ അത്യത്ഭുതമേ, ആ വാച്യമായ ആത്മീയതയിലേക്ക് മക്കളെ എത്തിക്കാൻ ഉമ്മയുടെ സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ പരദീസ തുറന്ന പ്രവാചകരെ, ആ ഉമ്മയുടെ കാതുകളതാ ആ മണ്ണറക്കോടിന്റെ മുകൾ ഭാഗത്ത് ചേർത്ത് വെക്കുകയാണ്. ആ സമയത്ത് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പൊന്നുമോന്റെ നിലവിളി കേൾക്കുകയാണ്, എന്റെ ഉമ്മ എന്നെ രക്ഷപ്പെടുത്തണം ഉമ്മ, എനിക്കറിവില്ലായിരുന്നു ഉമ്മ, ഉമ്മാടെ ഓരോ തുള്ളി കണ്ണീരിന് പകരവും നരകത്തിന്റെ കനൽക്കട്ട എനിക്ക് അല്ലാഹു തരികയാണ്, എനിക്ക് സമാധാനമില്ല ഉമ്മ. നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുമോൻ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം പറയുന്നു ഉമ്മ ഉമ്മ മറക്കല്ലേ ഉമ്മ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ ഖബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു, നബിയേ എന്റെ പൊന്നുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അവന്റെ ഖബറിന്റെ അകത്ത് കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, ഉമ്മ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് എന്റെ പൊന്നുമോൾ നരകത്തിന്റെ തീ വെന്തുരുകുമ്പോ കിടന്ന് മുറവിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് എന്റെ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ, അവനെ എനിക്ക് അറിയിപ്പിക്കല്ലെന്ന് പടച്ചോനോട് പറയണം നബിയേ, ഉമ്മാടെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്റെ ചെറുപ്പക്കാരാ, ഇതിന് പകരം നീ എന്താടാ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ സ്നേഹത്തിന് പകരം ഇന്നെന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ആൺമക്കളോട് മാത്രമല്ല ഞാനിത് പറയുന്നത്, പിറന്നു വീണതിന്റെ അന്ന് മുതൽ നിന്റെ വളർച്ച കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമ്മ, അത്ഭുതപ്പെടുന്ന ഉമ്മ, പെങ്ങളെ നിനക്ക് നല്ലൊരു ജീവിതത്തിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദ്വാരുന്ന ഉമ്മ, എന്റെ പൊന്നുമോൾക്ക് നല്ല ഭർത്താവിനെ കൊടുക്കണമെന്ന് കരഞ്ഞു ദ്വാ ചെയ്ത ഉമ്മ, നിനക്കൊരു സ്വർണ്ണവള വാങ്ങാൻ ഉമ്മാടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റിട്ടല്ലേ ഉമ്മ പണം ചെലവഴിച്ചത്? വേളാവൂരില് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിന്റെ ഉമ്മമാരെ കുറിച്ചും ഞാൻ
പറയുകയാണ്, ആ മക്കൾ മാത്രം സ്നേഹിച്ചാ പോരല്ലോ, കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ഉമ്മയുടെ പൊരുത്തത്തോടുകൂടി അല്ലാഹു തന്നു പോയെങ്കിൽ ഇന്ന് നിനക്ക് വേളാവൂര് വലിയൊരു കൊട്ടാരമായി, നീ ഇന്ന് വലിയ പത്രാസുകാരിയായി, നിന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ടായി, നിന്റെ ഭർത്താവ് നല്ല സമ്പന്ന വർഗത്തിൽപ്പെട്ടവനായി. അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ദിവസമായി വീട്ടിന്റെ അകത്ത് ചുമയും കുരയുമായി, ഒരാൾ നോക്കാറില്ലാതെ വിരിപ്പിൽ കിടന്ന് കാലുവഴിയെ മലമൂത്ര വിസർജനം നടത്തി ദുർഗന്ധം വന്ന് അയൽവക്കത്തുള്ള ഹൈന്ദവ സഹോദരിമാര് വരെ കടന്നു വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ എത്ര വലിയ സ്നേഹസമ്പന്നയായ കുടുംബജീവിതം നയിച്ചാലും മോളെ നിനക്ക് നരകമാണ്. ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം അല്ലാ എന്ന നിയത്തിൽ മക്കത്തുൽ മുക്കറമയുടെ സംഘാടകർ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്ക, ഒറ്റ നിയത്ത്, അതിനപ്പുറം ഒന്നുമില്ല. പടച്ചോനെ എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം. ഈ സ്വതക്കയും ഈ മജ്‌ലിസിന്റെയും ബറക്കത്ത് കൊണ്ടാണ് നിന്റെ ഉമ്മാക്ക് അല്ലാഹ് സ്വർഗം കൊടുക്കുന്നതെങ്കിൽ ആ ഉമ്മാക്ക് നീ എന്ത് തെറ്റ് ചെയ്തു പോയാലും പൊരുത്തപ്പെട്ട് തരാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഈ ദുആ കൊണ്ടാണ് ഉമ്മാക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ എത്ര വലിയ പൊരുത്തക്കേട് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഉമ്മാക്ക് നിനക്ക് പൊരുത്തപ്പെട്ട് തന്നേ പറ്റുള്ളൂ. സ്വർഗം വാങ്ങിക്കൊടുത്ത മകന് പകരം ഒരു ഉമ്മയുടെ മനസ്സിലും വെറുപ്പുണ്ടാവില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കണ്ണീരോടെ നമുക്ക് ദ്വാരക്കാം. ഈ സ്വർഗത്തിന്റെ മജ്‌ലിസ് ചരിത്രത്തിന്റെ വിശാലമായ ബാക്കി ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ മനോഹരമായ മജ്‌ലിസിലിരുന്ന് ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഒരു ദുആ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണം. കാല് നീര് വന്നു, പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഉംറ എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ചെറിയ വീടിനകത്ത് കഴിയുകയാണ്. അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിൻ്റെ വീട്ടിൽ പോയി പണ്ട് കാലത്ത് അരി ഇടിച്ചു കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്ന 5 രൂപയും 10 രൂപയും അത് വാങ്ങിയിട്ട് കൊണ്ടുവന്നാണ് ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആ ഉമ്മായെ മക്കത്തേക്ക് മദീനത്തേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത് മുതൽ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം ആ ഒരു സ്വപ്നം പൂവണിയാൻ. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിരിക്കും അത്, ഒരിക്കലും ആ വിഷയത്തിലൊരു സംശയമില്ല. പക്ഷേ അത് നമ്മൾ എത്ര തീരുമാനിച്ചാലും അവിടെ എത്തിയെങ്കിലേ ആ സൗഭാഗ്യം നമുക്കുള്ളൂ. വീട്ടിൽ നിന്നിറങ്ങിയാലും പാസ്പോർട്ട് കൊടുത്താലും പൈസ കൊടുത്താലും നിയത്ത് ചെയ്താലും ദ്വാരെന്നാലും ഇവിടെ കൊണ്ടു ആദ്യം ഉണ്ടോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് സലാത്ത് ചൊല്ലി നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ഒരു ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ബിസ്മില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹ്, ഈ സദസ്സിൽ വന്ന സഹോദരങ്ങൾ തൻ്റെ മാതാവിന് വേണ്ടി ചെയ്യുന്ന സ്വതക്കയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെ മക്കളാണ് ഈ മജ്‌ലിസിലുള്ളതെങ്കിൽ പടച്ചവനെ ആ ഉമ്മമാരെ മാരക രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാക്കളുടെ മക്കളാണ് ഈ മജ്‌ലിസിലുള്ളതെങ്കിൽ ആ ഉമ്മയുടെ ഖബർ അല്ലാഹുവേ ഈ രാത്രി മുതൽ ഈ വെള്ളിയാഴ്ച രാവിന്റെ ശോഭയുള്ള ഇൽമിന്റെ മജ്‌ലിസിന്റെ നിറമുള്ള ഗുണമുള്ള മണമുള്ള നിറവുള്ള വേദിയിൽ ബറക്കത്ത് കൊണ്ട് ആ മാതാവിന് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. എല്ലാവരും സഹകരിക്കും. ഒരു വലിയ വിപ്ലവ പിരിവൊന്നും ഇവിടെ നടത്താൻ അവർക്ക് അതിനോട് താല്പര്യമില്ല. ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അവരുടെ ലൈബ്രറിക്ക് ഒരു വിഹിതം കിട്ടിയാൽ മഹല്ലിനോട് പറഞ്ഞു മഹല്ലിനെ അറിയിച്ചിട്ട്, പ്രസിഡന്റൊക്കെ അതിന് വല്ലാത്ത താല്പര്യം, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളെ ഛിന്ന ഭിന്നമാക്കി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവരെ ഒരുമിച്ച് നിർത്താനുള്ള വലിയ തീരുമാനം അവർക്കുള്ളത് കൊണ്ട് മഹല്ലിൻ്റെ കീഴിൽ തന്നെ ഒരു ലൈബ്രറിയുടെ ഓഫീസ്, അതുപോലെ അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ പുസ്തകം എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയ സൗഭാഗ്യമാണ്. ഒരു മഹല്ലിൻ്റെ പിന്തുണ വർഷങ്ങളോളം കിട്ടുക എന്നതൊരു വല്ലാത്ത സൗഭാഗ്യമാണ്. എല്ലാ വർഷവും അങ്ങനെ കിട്ടാറില്ല. പല സ്ഥലത്തും 2 കൊല്ലം കഴിയുമ്പോൾ അടിയാണ്. പിന്നെ
കാരണം ചെറുപ്പക്കാരങ്ങനെ പൈസ പിരിച്ച് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, പല സ്ഥലത്തും അങ്ങനെയാവും. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിന്നാൽ അവരൊക്കെ കടകളിലിരുന്നു കൊണ്ട് പറയും, ഒരു നൗഷാദ് ബാക്കവിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബാക്കവിയുണ്ട്, അങ്ങനെ ഒരു മന്നാനിയുണ്ട്, കുറേ ചെറുപ്പക്കാരും ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോശമായ തരത്തിൽ പലരും പറയും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫിത്തനകളായി അവസാനം ഈ ചെറുപ്പക്കാരോട് തീരുമാനിക്കും, നമ്മൾ എത്ര വാത് വെച്ചിട്ടും കാര്യമില്ലടാ, നമുക്കൊരു റിമി ടോമിയുടെ ഗാനമേള വയ്ക്കുക അടുത്ത റമദാൻ തലേദിവസം. അപ്പം മരിക്കാൻ കിടക്കണ ഉപ്പാപ്പോരുണ്ടല്ലോ, ട്രിപ്പ് കുപ്പിയായിട്ടാണ് വന്ന് ഫ്രണ്ടി വന്നിരിക്കുക, അടിപൊളിയടിയോ, ഇതല്ലായിരുന്നു ആദ്യമേ വേണ്ടത്. അപ്പൊ സമാധാനമാവും, അപ്പോഴേ സമാധാനമാവൂ, അതാവും. അതുകൊണ്ട് ആ രീതിയിലൊന്നും പോകരുത്. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല സ്വതക്ക ഇട്ട് കൊടുക്കുക, അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യട്ടെ. മദ്രസയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു, പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നു. പിന്നെ ഒരു വലിയ സാധു സംരക്ഷണ സമിതിയൊന്നുമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നാട്ടിലൊരു യത്തീമിൻ്റെ കല്യാണം നടന്നാൽ അവരെല്ലാം കൂടി ആലോചിച്ച് 500 രൂപ ഇട്ട് 1000 രൂപ ഇട്ട് ഒരു 10000 രൂപ അല്ലെങ്കിൽ 5000 രൂപ പ്രസിഡന്റ് പറഞ്ഞ് ഞങ്ങളുകൊണ്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ സംഘടനയുടെ പേരിൽ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സുവനീർ ഇവിടെ ഈ വർഷത്തെ ഒരു സുവനീർ ഇറക്കി, ഇൻഷാ അല്ലാഹ് അത് സമാപനം നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലേക്ക് അവരെത്തിക്കും. എന്ത് അപാകതയുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. വളർന്നു വരുന്നവരാണ്, തെറ്റുകുറ്റങ്ങളില്ലാത്തവർ വളരെ കുറവാണല്ലോ. അപ്പോൾ ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് നേർരേഖയിലേക്ക് നേർമാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഉമ്മ, നീ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ നീ മറുപടി കൊടുക്കണം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇദാ ദഅതുക വാലിദതുക വ അൻത ഫിസ്സലാ ഫജിബ്ഹാ, നീ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഉമ്മ വന്നിട്ട് മോനെ ശുക്കൂറ എന്ന് വിളിച്ചാൽ നീ ചോദിക്കും എന്തോമ്മ എന്നെന്തായാലും ചോദിക്കും. കാരണം എന്താ, നമ്മുടെ നിസ്കാരമൊക്കെ കണക്കാ, പല്ലി ചലച്ച് ഇറങ്ങി പോകണം, നമ്മളാണ് പിന്നെ ഉമ്മ വിളിച്ചാൽ വിളിയാക്കാത്തത്. ആ നിസ്കാരത്തെക്കുറിച്ചല്ല പറഞ്ഞു, അത്ര തഖ്വയോടുകൂടി നിൽക്കുന്ന സഹാബത്തിനോടാ പറയണേ. നമ്മളിങ്ങനെ കൈകെട്ടി കിബില റോഡിലേക്കാണെങ്കിൽ, പള്ളി ഇങ്ങനെ റോഡിലേക്കാണ് ഇരിക്കുന്നത്, നമ്മളിങ്ങനെ കൈയിട്ടും അല്ലാഹു നമ്മുടെ പള്ളി കൂടെ ഓൾബോസ് ആമീൻ അങ്ങനെ നിൽക്കുക. പാലുകാരനെ നോക്കും, പത്രക്കാരനെ നോക്കും, അല്ലെ ഏതെങ്കിലും കുലിസ് ഇങ്ങനെ ആയിട്ട് എങ്ങനെ നോക്കും, ഇതൊക്കെ ചെയ്യും. ഈ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞേ, അത് പിന്നെ ഉമ്മ വിളിച്ചാൽ ആര് വിളിച്ചാലും നിങ്ങൾ കേൾക്കും. ഒരാളിങ്ങനെ റോഡിലേക്ക് നോക്കി നിസ്കരിക്കുള്ളൂ കൈയിട്ട് അല്ലാഹു അക്ബർ. അപ്പോൾ റോഡിലൂടെ പോയ ഒരാൾ എന്താ ഇതല്ല. ചില ആൾക്കാരുണ്ടല്ലോ അലമാരയുടെ നേരെ ഫ്രണ്ടിൽ മുസല്ല വിരിക്കും, എന്നിട്ട് അല്ലാഹു അക്ബർ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി പൊട്ടും കൊത്തി നദിക്കും. പിന്നെ ചില ഉമ്മമാരുണ്ട്, അള്ളാഹുവേ സ്കാരക്കുപ്പായ മാണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹനെ കഴുകണം. ഇത് പ്രശ്നമാണ്. പടച്ചവനെ ബാങ്ക് കേൾക്കുമ്പോൾ ഒരു ഓട്ടോ ആ നിസ്കാരപ്പായിലേക്ക്. കാരണം മറ്റേത് തുടങ്ങുന്നതിന് മുമ്പ് ഇത് മൊത്തം നിസ്കരിച്ച് തീർക്കണ്ടേ. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി നല്ല നൈറ്റിയും നല്ല മാക്സിയോ കഴിച്ചങ്ങോട്ട് വെച്ചിട്ട് 92 മച്ച ഗൾഫിന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, റബ്ബേ പഴമ്പായിൽ പൊതിഞ്ഞ് തൂക്കിയിട്ടിട്ടുണ്ട്. അതങ്ങോട്ട് അഴിച്ചെടുത്തിടും, മലക്ക് പോയിട്ട് ശൈത്താൻ വരെ പരിസരത്ത് വരില്ല. നിസ്കാരക്കുപ്പായത്തിന് വലിയ കാശൊന്നുമില്ല. ഏതെങ്കിലും ഒരു തുണിക്കടയിൽ പോയിട്ട് പറഞ്ഞാലേ തരും, ഇല്ലെങ്കിൽ പഴയ വിരിപ്പം കാണത്ത് 2 അടി അടിച്ചിട്ടാൽ മതി. പക്ഷേ കഴിവൂല, അതൊക്കെ മാറ്റും. വേറെ എവിടെയെങ്കിലും പോകാനൊന്നിറങ്ങിയാലോ അല്ലോ ഞൂറ് ശരിയാവൂല. എത്ര മണിക്കൂറുകളാ അല്ലേ. ഇതൊക്കെ നാം പടച്ചോന്റെ മുമ്പിലാണ്. അപ്പൊ അത്ര തഖ്വയോടുകൂടി നിസ്കരിക്കുന്ന നിസ്കാരക്കാരൻ ഒരു ശ്രദ്ധയുമില്ല. അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, അള്ളാഹു അല്ലാത്ത സർവ്വതിനെയും മാറ്റി പടച്ചോനെ എൻ്റെ നെഞ്ചിലേക്ക് ഞാനിതാ ചേർത്ത് വെച്ചു. അല്ലാഹു അക്ബർ. അങ്ങനെ ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിന്റെ ഉമ്മ വന്നിട്ട്, സുന്നത്ത് നിസ്കാരത്തിലാണ്, ജുമാ നിസ്കാരത്തിൽ ഉമ്മ മിസ്കോറടിച്ചാൻ പറഞ്ഞ് ഇറങ്ങി ഓടരുത്. സുന്നത്ത് നിസ്കാരത്തിലെ ഉമ്മ പറയുന്നടാ ശുക്കൂറേ എന്ന് വിളിച്ചാൽ കൈയടിച്ചിട്ട് എന്തോ ഉമ്മ എന്ന് ചോദിച്ചുകൊണ്ട് വരണം. അല്ലാതെ കൂതറക്കളവിൽ നിസ്കരിക്കാനും സമ്മതിക്കൂല, എപ്പോഴും വിളിയാ എന്ന് പറയും. എന്തോ ഉമ്മ നടത്തു പോയി ഉമ്മയോട് ചോദിക്കാം. വാപ്പ വിളിച്ചാലോ, ഇവിടെയാണ് പ്രശ്നം, അടി ഇവിടെയാണ്. വാപ്പ വിളിച്ചാൽ വിളി കേൾക്കണം.
നമ്മൾ പറയാം നമ്മൾ വിളിക്കാനും പോകണില്ല, നിസ്കരിക്കാനും പോകണില്ല. അപ്പം നിസ്കരിക്കുക, നോമ്പ് കുടിക്കുന്നത്, നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം, 10 വസാദ് പറയണം, രാത്രി വീട്ടിൽ ചെന്ന് വല്ലതും കഴിക്കണം, കിടന്നുറങ്ങണം. മോനെ വിളിക്കാൻ പോവാ. ഇപ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, നിന്റെ ഉമ്മ നിന്നെ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ഫഅജിബ്ഹാ, ആ ഉമ്മാക്ക് നീ മറുപടി കൊടുക്കുക. വൈദാ കാന അബൂക, നിന്റെ ഉപ്പയാണ് വിളിക്കുന്നതെങ്കിലോ ഫലാ തുജിബുഹു ഹത്താ തഫ്റാ, സലാം വീട്ടുന്നത് വരെ മറുപടി കൊടുക്കാൻ പാടില്ല. സലാം വീട്ടിട്ട് ചോദിക്കണം, എന്താ ഉപ്പ വിളിച്ചത്. ഇപ്പൊ ഉപ്പമാരിങ്ങനെ വിചാരിക്കും, അപ്പോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ച ഞങ്ങൾക്കൊന്നുമില്ല അല്ലേ, എല്ലാ ഉമ്മാക്കുള്ളൂ. ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരുന്നതും, സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തതും, നഴ്സറി കൊണ്ടുപോയതും, മദ്രസയിൽ കൊണ്ടുപോയതും, ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തതും, ചാപ്പാട് കൊടുത്തതും ഒക്കെ വെറുതെ ഒന്നുമില്ല. എല്ലാ ഉമ്മാക്കല്ല, ഉമ്മയുടെ മുന്നിൽ ഉപ്പ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. ഉമ്മയുടെ മുന്നിൽ, ഉമ്മയുടെ നിറവിൽ, ഉമ്മാക്കുള്ള നിയമങ്ങൾ പഠിക്കുന്ന കുട്ടിയുടെ മുന്നിൽ ഉപ്പ ഒരുപാട് വിദൂരത്താണ്. കാരണം അതൊരത്ഭുത സംഭവം. പക്ഷേ ആ സംഭവം ഇന്ന് ഉമ്മമാർക്ക് പോലും അറിയില്ലല്ലോ. അവരല്ലേ ഈ മക്കളെ വഴിതെറ്റിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയെ പിടിച്ച് മടിയിൽ കൊണ്ടി വെച്ചിട്ട് കുങ്കുമപ്പൂവും മുല്ലപ്പൂവും ഒടുക്കത്തെ പൂവും കബറിലെ പൂവും ഒക്കെ കാണിച്ചു കൊടുത്ത് അതിന്റെ മുമ്പ് ഇരുന്ന് പല്ലിളിച്ചിരിക്കുമ്പോ ഈ മോനും ഈ മോളും നാളെ നിനക്കെതിരാകുമെന്ന് നീ അറിയുന്നില്ല പെങ്ങളെ. ഇശാമാരിവിന്റെ ഇടയിലെ വിലപ്പെട്ട സമയത്ത് പൊന്നുമക്കൾ സംസാരിക്കാതിരിക്കാൻ ബ്രെഡിന്റെ അകത്ത് ജാമും മുക്കി പഞ്ഞി കയറ്റി വെക്കണ പോലെ വാക്യത്ത് വെച്ചിട്ട് 10 മണി വരെ മൊണ്ടരുതെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വീടിന്റെ മൂലയിലെറിഞ്ഞിട്ട് റിയാലിറ്റി ഷോയുടെ മുമ്പിലിരിക്കുന്ന ഉമ്മായെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി മക്കൾ വലിച്ചെറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചിന്തിച്ചു നോക്കുമ്പോ നമുക്ക് നേരമുണ്ടോ നമ്മുടെ മക്കളെ നോക്കാൻ? സമയമുണ്ടോ നമുക്ക്? മക്കളെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചിലല്ലേ അല്ലേ? കല്യാണത്തിന് പോകുമ്പോ നീ മക്കളെ കൊണ്ടുപോകുന്നില്ലേടി എന്ന് ചോദിച്ചാൽ ഇല്ലേ, അവരെ അപ്പുറത്ത് ഉമ്മാന്റെ അടുത്താക്കിയിട്ട് പോവാം. അതെന്തേ? എന്തെങ്ങനെ ചുമന്നോട് പോകണതിന് എല്ലായിടത്തും കുറച്ച് പഠിക്കട്ടെ എന്ന് പറയാം. എന്താണെന്നറിയോ കൊണ്ടുപോകാത്തത്? കണ്ടാൽ ഇവള് 2 പ്രസവിച്ചതാണെന്ന് 10 പേര് അറിയും. അങ്ങനെ അറിഞ്ഞാൽ വീഡിയോ ക്യാമറ പിന്നെ ഒരുപാട് നേരം ആ പെണ്ണിന്റെ മുഖത്തെ ഫേസ് ഇങ്ങനെ ഒപ്പിയെടുക്കൂല. കാറ്ററിംഗ് സർവീസുകാർ നല്ല ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കൂല, ഐസ്ക്രീം കിട്ടൂല. കാരണം എന്താ? 3 പെറ്റതാ, ആരും വേണ്ടിയില്ല. മക്കളെ കയ്യിലിരിക്കല്ലേ. ഇതൊന്നുമില്ലാതെ അയൽവക്കത്ത് പോയി ഒരു 10 പവന്റെ മാലയും വാങ്ങി വാടകയ്ക്ക് നെഞ്ചത്തെടുപ്പിട്ടിട്ട് ചുണ്ടും ചുമപ്പിച്ച് കലിയിളകിയ ഭദ്രകാളിയെ പോലെ ഓഡിറ്റോറിയത്തിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോഴേ നോക്കാൻ ആളുണ്ടാവും. കാരണം എന്താ? മക്കളൊന്നുമില്ല, കയ്യിലൊരു ഭാരവുമില്ല, മനോഹരമായ ഒരു ഹാൻഡ് ബാഗും, ഞാൻ കുഴപ്പമാണ് പ്രശ്നമാണെന്ന് അറിയിക്കുന്ന ചെവിയിലിരിക്കുന്ന ഒരു മൊബൈലും. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിക്കും, വെള്ളം കുടിച്ചായിരുന്നു വെച്ചാ? ചോദിക്കാൻ ആളുണ്ട്, കാണാൻ ആളുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്. മറ്റത് മക്കളെ കൊണ്ടുപോയാലൊന്ന് മുള്ളിയാലോ, മക്കളൊന്ന് കരഞ്ഞാലോ ഇത് നാശമായല്ലോ എന്ന് പറയുന്ന ഉമ്മമാരെ. അതുകൊണ്ട് പണി തിരിച്ചല്ല പാലും വെള്ളത്തിൽ തന്നുകൊണ്ടിരിക്കുക, കരഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഉമ്മമാരുണ്ട് മക്കളുടെ സന്തോഷത്തോടെയുള്ള ജീവിതം കണ്ടിട്ട് ജീവിക്കുന്നവർ വളരെ കുറവാണ്. ഞാൻ ഇത്രയും നേരം ഉമ്മയെക്കുറിച്ച് പറഞ്ഞെങ്കിലും ചില ഉമ്മമാർ മക്കളെ നശിപ്പിക്കുന്നതിന് വല്ലാത്ത കാരണക്കാരിയായിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ. ആ കേരളത്തിലെ ചെറുകഥ എഴുതുന്ന ഓമനക്കുട്ടന്റെ ഒരു കഥയുണ്ട്. തുരങ്കം എന്നാണ് അതിന്റെ പേര്, തുരങ്കം. ആ തുരങ്കം എന്ന് പറയുന്ന കഥയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. വേറൊന്നും കൊണ്ടല്ല, അത് വായിച്ചു പോകുന്നവന്റെ മനസ്സ് പൊട്ടുന്നത് കൊണ്ടാണ്. എന്തേ കാരണം? വഴിവക്കിൽ യാചിച്ചു കിടക്കുന്ന, നായയോടൊപ്പം പൂച്ചയോടൊപ്പം കിടക്കുന്ന ഒരു സഹോദരി ഒന്ന് പ്രസവിച്ച ആ കുഞ്ഞിനെ നോക്കാൻ, ആ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള സമയം കിട്ടാതെ ആ റോഡിലൂടെ കടന്നുപോയ ഏതോ വൃത്തികെട്ടവന്റെ ബീജം ചുമന്ന് രണ്ടാമതൊന്നുകൂടി പ്രസവിച്ചു 2 മക്കൾ. പ്രസവമെടുക്കാൻ ആളില്ല, ഗുളികയില്ല, മരുന്നില്ല, ചികിത്സിക്കാൻ ആളില്ല. മഞ്ഞും മഴയും വെയിലും കൊണ്ട് റോഡിന്റെ ഒരു അരികിൽ ഇങ്ങനെ കിടക്കുന്ന, യാചിച്ച് ജീവിക്കുന്ന ഒരു സഹോദരി. 2 മക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയില്ല. 2 പേരെ ഒളിപ്പിച്ചു വെച്ചിട്ട് യാചന നടത്തിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു കുഞ്ഞു മരിച്ചിരിക്കുന്നു, ഒരു കുഞ്ഞു മരണപ്പെട്ടു പോയി.
എവിടെ കൊണ്ടുപോകും? പുറം ലോകം അറിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ആ മാതാവ് വിചാരിച്ചു 2:10 ഒരു ട്രെയിൻ വരും, അതിൻ്റെ അകത്ത് കയറിയാൽ ട്രെയിൻ ചില സമയം തുരങ്കത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഈ ജീവൻ പോയ കുഞ്ഞിനെ തുരങ്കത്തിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത ഇരുട്ടാണ്, ഈ ട്രെയിനിൻ്റെ കവാടത്തിലൂടെ പുറത്തേക്ക് എറിയാമെന്ന് തീരുമാനിച്ചു. 2 മക്കളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് ട്രെയിനിൽ കയറി. തുരങ്കമെത്തിയപ്പോൾ അതുപോലെ തീരുമാനിച്ച പോലെ കുഞ്ഞിനെ ആ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ തുരങ്കം കഴിഞ്ഞ് വെളിച്ചം വന്നപ്പോൾ ആ മാതാവ് നിലവിളിച്ചുകൊണ്ട് ഓടി. എന്തേ കാരണം? എറിഞ്ഞുപോയ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞായിരുന്നു. ഈ കഥയ്ക്ക് അവാർഡുകൾ കിട്ടിയത് അന്നത്തെ മാതാവിൻ്റെ മഹത്വവും മാതാവിൻ്റെ മനസ്സും നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടമായതുകൊണ്ടാണ്. ഇന്നങ്ങനെ എഴുതിയാൽ അവാർഡ് കിട്ടൂല. കാരണം എന്തേ? ഒരുപാട് ഉമ്മമാർ കാമുകന്റെ പേര് വിദേശത്ത് കഴിയുന്ന എന്റെ ഉപ്പയോട് ഉമ്മ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ 14-കാരിയെ ചുരിദാറിന്റെ ഷാളുകൊണ്ട് കഴുത്തു ഞെരിച്ചു കൊന്നത് തിരുവനന്തപുരം ജില്ലയുടെ പനവൂര. പറയാൻ സങ്കടമുണ്ട്, സ്വന്തം സമുദായത്തിൽപ്പെട്ട പെണ്ണായതുകൊണ്ട് വേദനയുമുണ്ട്. പക്ഷേ നിങ്ങളറിയണം, ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഉമ്മമാരെ, എത്ര സങ്കടം നിങ്ങൾ പറഞ്ഞാലും നീ പറയുന്ന മോശത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ ഒരിക്കലും ഇസ്ലാം മക്കളോട് പറയുന്നില്ല. നീ ഹറാം ചെയ്യാൻ പറഞ്ഞ മക്കൾ ചെയ്യണമെന്ന് ഖുർആൻ പറയുന്നില്ല, ഇസ്ലാമിയത്ത് പറയുന്നില്ല. നീ പലിശ വാങ്ങണം മോനെ, നീ ഹറാം ചെയ്യണം മോനെ, നീ പ്രസംഗം കേൾക്കാൻ പോകണ്ട, നീ കണ്ട പെണ്ണുങ്ങളോടെ കറങ്ങി നടന്നു. ഉമ്മാക്കതാണ് സുഖമെങ്കിൽ രസമെങ്കിൽ. പൊന്നുമോൻ കള്ളു കുടിച്ചിട്ട് മാറ്റിവെക്കുന്ന കുപ്പയുടെ അറ്റപ്പിരിക്കുന്ന ഒരു തുള്ളി ഉമ്മാക്ക് കുടിക്കാൻ സുഖമുണ്ടെങ്കിൽ ആ പൊന്നുമോനെ കള്ളു കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉമ്മ, നീ പറയുന്നത് കേൾക്കാൻ ഇസ്ലാം ആ മക്കളോട് പറയുന്നില്ല. അപ്പോ പിന്നെ ആ മക്കള് നിന്നെ ബഹുമാനിച്ചില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുമ്പോ ഉമ്മ മുസ്ലിമായിരുന്നില്ല. ഉമ്മ എന്നല്ല, ആ നാട്ടിൽ മുസ്ലിങ്ങൾ വളരെ കുറവാ. അവരെല്ലാവരും കൂടി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ അരികത്ത് വരികയാ. കരഞ്ഞുകൊണ്ട് പറയുന്നു, പെണ്ണേ, നിന്റെ പൊന്നുമോൻ സഅദ് മുസ്ലിമായിരിക്കുകയാണ്, നീ അത് അറിഞ്ഞില്ലേ? നീ എന്തുകൊണ്ടാ പറയാത്തത്? അവനെ അതിൽ നിന്നും മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, എന്റെ മോനാണ് അവനെങ്കിൽ ഞാൻ അവനെ മാറ്റുന്നതാണ്. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നീ ഇസ്ലാം വെടിയണമെടാ, പ്രവാചകൻ കള്ളനാണ്, മുഹമ്മദ് കള്ളനാണ്, ഉപേക്ഷിക്കണമെടാ എന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമ്മ എന്നെ കൊണ്ട് കഴിയില്ല. മക്കത്തുൽ മുക്കറമയിൽ പ്രവർത്തിക്കുന്ന മക്കളുടെ ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യവതികളാ. വെമ്പായം KMYF പ്രവർത്തിക്കുന്ന മക്കളുടെ ഉമ്മമാരെ നിങ്ങൾ ഭാഗ്യവതികളാ. അവരിൽ ഒരുപാട് സഹോദരങ്ങളുടെ ഉമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പുലിപ്പാറയിലുള്ള എന്റെ പ്രിയപ്പെട്ട പുല്ലമ്പാറയിലുള്ള പ്രിയ സുഹൃത്തിന്റെ ഉമ്മ, അതുപോലെ ഉപ്പ, അതുപോലെ കുടുംബത്തിൽപ്പെട്ടവര്, അതുപോലെ എന്റെ ഈ സദസ്സിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുള്ള സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് ഉമ്മമാരുടെ പൊരുത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഭാഗ്യവതികളാണ് ഉമ്മമാരെ, ഭാഗ്യവതികളാണ്. പക്ഷേ നിങ്ങൾക്കതിൽ സന്തോഷം വരുന്നില്ല. നിങ്ങളുടെ മക്കൾ പള്ളിക്ക് വേണ്ടി ബക്കറ്റ് എടുത്ത് തണ്ടുന്നവനായി പോയല്ലോ. നിങ്ങളുടെ മക്കൾ വീടാന്തരം പുസ്തകം കൊണ്ട് കൊടുക്കുന്നവനായി പോയല്ലോ. നാണക്കേട് വിചാരിക്കണ്ട ഉമ്മ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞ, മോനെ നീ ഇസ്ലാം കളഞ്ഞില്ലെങ്കിൽ, ഇസ്ലാം വെടിഞ്ഞില്ലെങ്കിൽ ഈ ഉമ്മ ഇന്ന് മുതൽ ഭക്ഷണം കഴിക്കില്ല. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇവിടെ കിടന്നുകൊണ്ട് പുഴുപ്പ് ചത്തുപോകുമെടാ എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം ഉമ്മയെന്ന അത്ഭുതത്തെ തിരിച്ചറിയാനുള്ള ബോധമെന്ന് ആ കാലഘട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പോയിട്ട് കരയുന്ന, റബ്ബേ, എന്നെ പ്രസവിച്ച ഉമ്മ, എന്നെ താലോലിച്ച ഉമ്മ, എന്നെ പോറ്റി വളർത്തിയ ഉമ്മ, ആ ഉമ്മ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റബ്ബേ, ഒരു തീരുമാനം അറിയിക്കണം റബ്ബേ.
സഅദ് റളിയല്ലാഹു തആല അൻഹു തീരുമാനമെടുക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത് കാണുമ്പോ ആ ഉമ്മയുടെ പരിസരത്തിരിക്കുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞതാ, ഒരുപോലെ പറഞ്ഞതാ, പെണ്ണേ നിന്റെ പൊന്നുമോൻ ഇസ്ലാം കളഞ്ഞിട്ട് വരികയാണ്, അവൻ ഇസ്ലാം വിടുന്നിട്ട് വരികയാ, അതുകൊണ്ട് പൊന്നുമോളെ സന്തോഷിച്ചു കൊള്ളുക. സഅദ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞതെന്തെന്നറിയുമോ? ലൗ കാനത് ലകി മിഅതു നഫ്സിൻ വഖറജത് നഫ്സം നഫ്സാ മാ തറക്തു ദീനി അലാ ലിശയ. എന്റെ പ്രിയമുള്ള ഉമ്മ, എന്നെ പ്രസവിച്ച ഉമ്മ, എന്നെ താലോലിച്ച ഉമ്മ, എന്നെ താരാട്ടിയ ഉമ്മ, നിങ്ങൾ ഒരു ശരീരമല്ല 100 ശരീരമായിട്ട് ആ 100 ശരീരങ്ങളും ഇതുപോലെ വെള്ളം കുടിക്കാറ് ഭക്ഷണം കഴിക്കാറ് എന്റെ മുമ്പ് കിടന്ന് പുഴുത്ത് ചത്തുപോയാൽ അള്ളാന്റെ റസൂലിനെ കളഞ്ഞിട്ട് ദീൻ കളഞ്ഞിട്ട് ഞാൻ വരില്ല ഉമ്മ. അങ്ങനെ നിങ്ങൾ കൊതിക്കേണ്ട ഉമ്മ. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് താടി വടിക്കുന്ന ചെറുപ്പക്കാരാ, ഉമ്മാടെ വാക്ക് കേട്ടുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന കട തുടങ്ങുന്ന ബാങ്ക് തുടങ്ങുന്ന ചെറുപ്പക്കാരാ, ബ്ലൈഡ് കമ്പനി തുടങ്ങുന്ന പൊന്നുമോനെ, ഉമ്മയെ അനുസരണ അതിലൂടെ വരുന്നില്ല. ഹറാമ പറഞ്ഞാ നീ ചെയ്യേണ്ട ഖുർആൻ പറയുകയാ, വഇൻ ജാഹദാക അലാ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമ വലാ തുതിഉഹുമാ വസാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മാതാപിതാക്കൾ ഹറാമ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ, തെറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ, മോശത്തരം ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കണ്ട, അനുസരിക്കണ്ട. പക്ഷേ വസാഹിബഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. ആ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അവരോട് മോശമായി പെരുമാറാൻ പാടില്ല. എന്നാലും അവിടെ ഒരു പോയിന്റ് അല്ല പറഞ്ഞില്ലേ, അവര് നിന്നെ എത്ര ഉപദ്രവിച്ചാലും ഹറാമ് ചെയ്യാൻ പറഞ്ഞാൽ നീ അംഗീകരിക്കണ്ട, പക്ഷേ അവരെ നീ വെറുപ്പിക്കല്ലേ, അവരോടും നല്ലതുപോലെ വർത്തിക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അത്ഭുതകരമായ 2 ഹദീസ് കൂടി പറയട്ടെ, മനോഹരമായ 1-2 സംഭവങ്ങൾ കൂടി പറയട്ടെ, എന്നിട്ട് നമുക്ക് കണ്ണീരോടെ ദുആരന്ന് പിരിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി കാന ലഹു സിത്തറം മിനന്നാർ. മൻ ഖബ്ബല ഐനൈ ഉമ്മിഹി കാന ലഹു സിത്തറം മിനന്നാർ. ആരെങ്കിലും തന്റെ ഉമ്മയുടെ 2 കണ്ണുകളിൽ ചുംബിച്ചാൽ കാന ലഹു സിത്തറം മിനന്നാർ, അവനത് നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ കണ്ണിൽ ചുംബിക്കുന്നത് പോയിട്ട് ഉമ്മയെ കണ്ടിട്ട് എത്ര നാളായി? ഒരു ഉമ്മ പറഞ്ഞത്, പെരുന്നാളിന് മക്കൾ വരുമെന്ന് പറഞ്ഞിട്ട് ഉസ്താദെ ഞാൻ 5 കിലോ അരിക്ക് ബിരിയാണി വെച്ചു, സ്വന്തം എൻ്റെ കൈകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം മക്കൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. വൈകുന്നേരമായപ്പോൾ ആ മക്കളുടെ മെസ്സേജ്, ഉമ്മ ഈദ് മുബാറക്, വരൂല, ഉമ്മാക്കൊരു ഈദ് മുബാറക്. താമസിക്കുന്നത് 4-5 വീടുകൾക്കപ്പുറം, പക്ഷേ ഭാര്യയും മക്കളെയും കൊണ്ട് അത്യാവശ്യം 1-2 സ്ഥലത്തൊക്കെ പോകാനുള്ളത് കൊണ്ട് ഈ പെരുന്നാളിന് ഉമ്മാൻ്റെ അടുത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ ചെറുപെരുന്നാൾ ആഘോഷം, ബലിപെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്, ഉമ്മ എല്ലാ പെരുന്നാളിനും ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് വരാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ ആ വീട്ടിൽ നിന്നിറങ്ങലാണ്. ഈ വിഷയം ഞാൻ തയ്യാറാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കത്താണ്. കബീർ ഉസ്താദ് പ്രിയപ്പെട്ട ഉമ്മ എന്ന വിഷയം പറഞ്ഞിരുന്നതാണ്. ആ സഹോദരൻ ഒരു കത്തെഴുതിയിട്ട് ജയന്തി ടി വിയിലെ പ്രോഗ്രാമിലേക്ക് എഴുതിയിട്ട് പറഞ്ഞു, എനിക്കുപ്പയില്ലായിരുന്നു, എൻ്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ട് വളർത്തി. ഉപ്പ ചെറുപ്രായത്തിലെ മരണപ്പെട്ടു പോയതുകൊണ്ട് ഉമ്മയുടെ യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ മറ്റൊരു വിവാഹം കഴിക്കാതിരുന്ന ഉമ്മയെ വേശ്യ എന്ന് വിളിച്ചു. പലരും പല സ്ഥലത്തും ഇരുന്ന് അടക്കം പറഞ്ഞു, കളിയാക്കി, പരിഹസിച്ചു. അതിപ്പോഴുമുള്ള സംഭവമാണ് അല്ലേ? ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ പോയാൽ അവൻ്റെ ഭാര്യ ഒരു പച്ച സാരിയും കാണാൻ കൊടുത്ത് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ
ജംഗ്ഷനിലുള്ള ചെറുപ്പക്കാർക്ക് ജോലി തന്നെ ഇറങ്ങിയാളെയാ. ഇത് അന്നും എന്നും അങ്ങനെയാണ്. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. പല ആവശ്യങ്ങൾക്കും ചിലപ്പോൾ പുറത്തിറങ്ങേണ്ടി വരും. നമ്മൾ മാറിയിരുന്നു കൊണ്ട് ഇതുപോലെ അടക്കവും രഹസ്യവും പറഞ്ഞ് എത്രയോ കുടുംബം താറുമാറായിട്ടുണ്ട്. ഈ സഹോദരൻ പറയുന്നു, എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്നെ. എനിക്കു വേണ്ടി ജീവിച്ച ഉമ്മ വേറൊരു വിവാഹം കഴിച്ചില്ല, ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാശിയോടെ എന്നെ വളർത്തി. എന്നെ വലുതാക്കണം, നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാക്കണം, ഇവിടെയുള്ള ഏറ്റവും വലിയ കൊട്ടാരം എൻ്റെ മോൻ്റെ പേരിലായിരിക്കണം. വാശിയാണ്. ഉമ്മ അങ്ങനെ വളർത്തി പഠിപ്പിച്ചു. ഒരുപാട് അറിവ് എനിക്ക് നുകർന്നു തന്നു. മദ്രസയിൽ സ്കൂളിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. അവസാനം നാട്ടിൽ നിന്നാൽ കാശുണ്ടാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ധാരാളം പണമുണ്ടാക്കാൻ ഞാൻ മലേഷ്യയിലേക്ക് പോയി ഉസ്താദേ. എൻ്റെ ഉമ്മയുടെ ആഗ്രഹം പോലെ എൻ്റെ നാടിൻ്റെ ഹൃദയഭാഗത്ത് വസ്തു വാങ്ങിയിട്ട് വീടിൻ്റെ പണി തുടങ്ങി. ഉമ്മ തന്നെയാ നേതൃത്വം കൊടുക്കുന്നത്. കാരണം ഉമ്മാക്കതൊക്കെ അഭിമാനമായിരുന്നു. എൻ്റെ മോനല്ലേ, കളിയാക്കിയ സ്ത്രീകളുടെ മുന്നിൽ എൻ്റെ പൊന്നുമോനെ രാജാവാക്കണമെന്നുള്ള ആർത്തിയായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ കൊട്ടാരം വെച്ചു. പണി തീരുന്നതിന് 2 മാസം മുമ്പ് ഏറ്റവും നല്ല സമ്പന്ന വർഗത്തിലെ ഒരു ആലോചന എനിക്ക് വന്നു ഉസ്താദെ. എൻ്റെ ഉമ്മ പറഞ്ഞു, വീട് പൂർത്തിയാകാൻ നീ നിൽക്കണ്ട, ആ കൈ തന്നെ പിടിച്ചോ, കാരണം നല്ല ആലോചനയായി. ഈ നാട്ടില് ഒരു കുടുംബത്തിലും അങ്ങനെ ഒരു വിവാഹാലോചന വരില്ല. അത്രത്തോളം ഞാൻ വളർന്നു, എൻ്റെ മകൻ വളർന്നു. വലിയ കുടുംബത്തിൽപ്പെട്ട മോളെ വിവാഹം കഴിപ്പിച്ചു മോനെ കൊണ്ട്. എന്നിട്ടോ ആ സഹോദരൻ പറയുന്നു, നല്ലതുപോലെ തന്നെയാ ജീവിച്ചത്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഉമ്മയോട് വെറുപ്പുണ്ടായിരുന്നില്ല, ഉമ്മയോട് വല്ലാത്ത സ്നേഹമൊക്കെ തന്നെയാ. പക്ഷേ വീട് താമസമാകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് പെട്ടെന്നൊരു ഷോക്കായി പോയി ഉസ്താദേ. എൻ്റെ ഉമ്മ പെട്ടെന്ന് നിന്ന നിൽപ്പിൽ മറിഞ്ഞു വീഴുകയാണ്. എൻ്റെ ഉമ്മയുടെ ശരീരം ഞാൻ താങ്ങിയെടുത്തുകൊണ്ട് വാഹനം പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ കണ്ണുകളിൽ ഭയമുണ്ടടാ, നിന്റെ ഉമ്മ ഇപ്പോഴൊന്നും മരിക്കൂല മോനെ. ഞാൻ കഷ്ടപ്പെട്ട് വെച്ച എൻ്റെ പൊന്നുമോന് വേണ്ടി പണി കഴിപ്പിച്ച ആ വീട്ടിൻ്റെ അകത്ത് 2-3 ദിവസമെങ്കിലും താമസിക്കാറ് നിന്റെ ഉമ്മായ അല്ലാഹു റൂഹ് പിടിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമ്മ കരഞ്ഞുപോയി. പക്ഷേ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മ അങ്ങ് മരിച്ചുപോയി ഉസ്താദ്. 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഓപ്പണിംഗ് ആണ്. ഒരുപാട് വലിയ വലിയ പരിപാടികളാ വെച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകളാ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ക്ഷണിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു വല്ലാത്ത വിഷമമായി പോയി. എൻ്റെ ഉമ്മ പോയല്ലോ. ഒരു ദിവസം പോലും ആ വീട്ടിൻ്റെ അകത്ത് കിടക്കാറ്. നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിന്ന ഉമ്മയല്ലേ, അസ്രായീൽ അലൈഹിസ്സലാം ഒന്ന് കൊണ്ടുപോയല്ലോ. സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ മഹലിൽ ജോലി ചെയ്യുന്ന സിദ്ദീഖ് ബാഖവി എന്ന ഉസ്താദിന്റെ കൂടെ പഠിച്ച ഒരു പ്രിയപ്പെട്ട പണ്ഡിതനായിരുന്നു. ആ ഉസ്താദ് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ഉമ്മ മരിച്ചോ എന്നറിഞ്ഞ് സങ്കടമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഈ മഹലിൽ നിന്റെ ഉമ്മയെ കുറിച്ച് നല്ലതുപോലെ അറിയുള്ള പലരുടെയും ആഗ്രഹമാണ്, മോനെ നിന്റെ ഉമ്മാടെ മയ്യിത്ത വീട്ടിൻ്റെ അകത്ത് വെക്കുക, ഹാളിൽ വെച്ചിട്ട് ജനങ്ങളെ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കാണിച്ചു കൊണ്ടുവരിക. ഉമ്മാടെ ഒരാഗ്രഹമായിരുന്നില്ലേ, മരിച്ചതിന് ശേഷം 1 മണിക്കൂറാണെങ്കിൽ അത്രയെങ്കിലും അതിൻ്റെ അകത്തൊന്ന് കിടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പറയുന്നു, ഞാൻ സമ്മതിച്ചു ഉസ്താദേ, ഞാൻ സമ്മതിച്ചു. എല്ലാവർക്കും സന്തോഷമായി, ഉസ്താദിന് വലിയ റാഹത്തായി. ആംബുലൻസിനകത്ത് ഉമ്മാടെ മയ്യത്തിന്റെ വീടിന്റെ മുമ്പ് കൊണ്ടുവന്നപ്പോ പെട്ടെന്ന് ഭാര്യ എന്നെ ഫോണിൽ വിളിക്കുകയാ, ഇക്കാ വേഗം ഒന്നകത്തേക്ക് വരിക. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇക്കാ ഒന്നകത്തേക്ക് വരിക, എന്റെ ഉമ്മാടെ മയ്യത്ത് പിടിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ട് ഓടി ഞാൻ അകത്ത് ചെന്നു. എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയോ എന്നറിയാൻ അകത്ത് ചെന്നപ്പോ വീടിന്റെ ഉള്ളിലേക്ക് ഒരു ഭാഗത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഇക്കാ മലേഷ്യയിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി നിങ്ങൾ ചിലവഴിച്ച്
വികസിപ്പിച്ചിട്ട് വെച്ച കൊട്ടാരമല്ലേ? ലക്ഷക്കണക്കിന് രൂപയുടെ ചിത്രപ്പണി നടത്തിയ ഒരുപാട് ഒരുപാട് അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള വലിയ കൊട്ടാരമല്ലേ? ജനങ്ങളങ്ങനെ പലതും പറയുമിക്ക, അവരാരുമല്ല ഈ വീട്ടിന്റെ അകത്ത് താമസിക്കുന്നത്, ഞാനും നിങ്ങളും പിന്നെ നമ്മുടെ മക്കളുമാണ്. അതുകൊണ്ട് കാല് പിടിച്ചു പറയുകയാണ്, അത്രത്തോളം വിലപിടിപ്പുള്ള വീട്ടിന്റെ അകത്ത് ആദ്യമായിട്ട് നിങ്ങളൊരു മയ്യത്ത് കൊണ്ട് വെക്കല്ലേ ഇക്ക. അങ്ങനെ ഒരു മയ്യത്ത് കൊണ്ട് വെച്ചാൽ ആ വീട്ടിന്റെ അകത്ത് ഐശ്വര്യക്കേടാണ്, അവിടെ ഒരു ബറക്കത്തുണ്ടാവൂലെന്ന് എന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാനെല്ലാം മറന്നു ഉസ്താദേ. എന്റെ ഉമ്മയുടെ സ്നേഹം പോലും ഒരു സെക്കൻഡ് ഞാനങ്ങ് മറന്നുപോയി. എന്റെ ഉമ്മാടെ മനസ്സിന്റെ ആഗ്രഹം പോലും ഞാൻ മറന്നുപോയി. എന്റെ ഉമ്മാടെ മയ്യത്ത് എന്റെ വീട്ടിന്റെ അകത്ത് ഞാൻ കൊണ്ടുപോയില്ല. എനിക്ക് വേണ്ടി ജീവിച്ച, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടി ജനങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളി നടത്തിയ എന്റെ ഉമ്മായ ഞാൻ എന്റെ വീടിന്റെ മുറ്റത്താ കിടത്തിയത്. ജനങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തി, എങ്കിലും എന്റെ മനസ്സു വല്ലാതെ സങ്കടപ്പെട്ടില്ല. പക്ഷേ അന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഉമ്മയെ കബറടക്കിയിട്ട് ആ വലിയ കൊട്ടാരത്തിന്റെ മുമ്പ് വന്ന് നിന്നപ്പോ എന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി ഉസ്താദ്. എങ്ങനെയാണ് എനിക്കിത് സംഭവിച്ചത്? എന്റെ ഭാര്യ പറഞ്ഞത് കേട്ട ഒരു വാക്കിന്റെ പേരിലല്ലേ? അതുകൊണ്ട് പറയണം ഉസ്താദേ, നിങ്ങളുടെ മുന്നിലേക്ക് നരകവും കബറും മരണവും കുടുംബജീവിതവും ഒക്കെ കേൾക്കാൻ പഠിച്ചുകൂടുന്ന ചെറുപ്പക്കാരുടെ മുന്നിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഉസ്താദേ, ഉമ്മയാരെന്ന് പറഞ്ഞു കൊടുക്കുക. നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഉമ്മയെ മുത്തം കൊടുക്കുക, പറഞ്ഞു കൊടുക്കണം ഉസ്താദേ. അത് നിങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാരന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നതാ ആ ഒരു കത്താണ് പ്രിയപ്പെട്ടവര്. ഇന്ന് കേരളത്തിലുടനീളം ഈ വിഷയം എന്നെ പറയാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇതിന് പകരമുണ്ടോ പെങ്ങളെ? മറ്റൊരു വാക്കു പറയാ, ലോകത്തുമ്മാടെ വിലയെ കുറിച്ച് എത്ര സാഹിത്യകാരന്മാര് പറഞ്ഞാലെന്താ, എത്ര എഴുത്തുകാരന്മാര് പറഞ്ഞാലെന്താ, മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്കു പോരെ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മാതാവിൻ്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ആ ഉമ്മ നിനക്ക് അനുകൂലമായി പറഞ്ഞാൽ അള്ളാഹു നിനക്ക് അനുകൂലമാണ്. ആ ഉമ്മ നിനക്ക് പ്രതികൂലമായി പറഞ്ഞാൽ അള്ളാഹു നിനക്ക് പ്രതികൂലമാണ്. ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട്, പക്ഷേ വിഷയം സമാപിക്കുകയാണ്. വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാഹ്, അള്ളാഹു ഒരുപാട് സംഭാവനകളാണ് ഈ സദസ്സിലേക്ക് പലരും കൊടുത്തത്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സദഖകൾ അള്ളാഹു സ്വീകരിച്ചവരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്ന്, വെള്ളിയാഴ്ച രാവാണ്, ഇതുപോലെ മദീനയുടെ മുറ്റത്ത് നിൽക്കാനുള്ള തൗഫീഖ് തരണം എന്ന നിയ്യത്തോടെ ഒരു 11 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. അള്ളാഹുവേ, റഹ്മാനും റഹീമുമായ പടച്ചവനെ, ഇത് വെള്ളിയാഴ്ച രാവാണ് റബ്ബേ, ഞങ്ങളുടെ സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാ. ഇതുപോലെ നിന്റെ മദീനയുടെ തിരുമുറ്റത്ത് വന്ന് നിന്നുകൊണ്ട് സ്വലാത്തു ചൊല്ലാൻ, കരയാൻ, മഹബ്ബത്തോടെ മുത്തുനബി തങ്ങളുടെ അടുത്തിരിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ റഹ്മാനെ, തിരഞ്ഞെടുക്കണേ പടച്ചവനെ. ഒരുപാട് അകലങ്ങളിൽ നിന്ന്, വിദൂരങ്ങളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി ഓടിയെത്തിയ സഹോദരങ്ങൾ,
സുഹൃത്തുക്കളായ ഉസ്താദുമാർ, അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. അല്ലാഹുവേ നീ അവരെ മുഴുവനും അനുഗ്രഹിക്കണേ പടച്ചവനെ. സയ്യിദ് മുത്തുക്കോയ തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ സ്ഥാപനത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പല ദുആ മജ്ലിസുകളും പ്രഭാഷണങ്ങളുമായി വടക്കൻ കേരളം മുതൽ അവിടെ നിന്നിങ്ങോട്ട് അല്ലാഹുവേ അറിയപ്പെട്ടു പോയ സയ്യിദവറുകളുടെ നാവിനും ആരോഗ്യത്തിനും ഒരു തകരാറ് കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഈ മഹലിന്റെ പ്രസിഡന്റ്, ഈ മഹലിൽ ഒരുപാട് കാലം ജോലി ചെയ്ത സഫറുല്ലാ ഉസ്താദ് ഉൾപ്പെടെയുള്ള മറ്റു പണ്ഡിതന്മാർ, അല്ലാഹുവേ അവർക്കെല്ലാം ഈ പരിപാടിയുടെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാ. ഈ മഹലിനെ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. അതിൻ്റെ കീഴിൽ വളരെ വിനയത്തോടെ പ്രവർത്തിക്കുന്ന മക്കത്തുൽ മുക്കറമ എന്ന അനുസരണയുള്ള അനുകമ്പയുള്ള പ്രസ്ഥാനത്തെ നീ വളർത്തിക്കൊണ്ടുവരണേ അല്ലാ. ഒരത്ഭുതകരമായ മാറ്റത്തിൻ്റെ മാറ്റൊലി മുഴക്കുന്ന പ്രസ്ഥാനമാക്കണേ അല്ലാ. അല്ലാഹുവേ വായനയിലൂടെ ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ കവാടം തുറന്നു കൊടുത്ത സഹോദരങ്ങൾക്ക്, സർവ്വ നന്മകളുടെയും താക്കോലുകൾ കയ്യിലേന്തിയ സഹോദരങ്ങൾക്ക് ആ നന്മകളുടെ കവാടങ്ങൾ മുഴുവനും തുറന്നു കൊടുക്കാൻ, അങ്ങനെ ഈ നാടിനെ പ്രതിഫലത്തിൻ്റെ ഏറ്റവും മൂർധന്യതയിലേക്ക് എത്തിക്കാൻ അവർക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരെ സഹായിച്ച, അവരുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെട്ടു പോയ ഈ നാട്ടിലുള്ള സ്ത്രീ പുരുഷ വർഗത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ 5000 രൂപ ഈ സദസ്സിലേക്ക് തന്ന ഷാഫി എന്ന സഹോദരൻ, അതുപോലെ മറ്റൊരു സഹോദരൻ, അല്ലാഹുവേ അവർ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ നിനക്കറിയാം. ഒരുപാട് വിഷമങ്ങളുണ്ടൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. 100, 200, 500, 1000മായി ഒരുപാട് പേർ ഒത്തിരി സമയമാണ് ആ ലിസ്റ്റുകൾ വായിച്ചത്. അവരുടെ ആവശ്യങ്ങൾ മുഴുവനും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക് സ്വർഗം പണിഞ്ഞു തരുന്ന ഉമ്മയാക്കണേ അല്ലാ. ഉമ്മാടെ പൊരുത്തക്കേട് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഉമ്മാടെ കണ്ണീരിൽ ഞങ്ങളെ തളർത്തിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിന്റെ മക്കത്തേക്ക് മദീനത്തേക്ക് അവരെ കൊണ്ടു ചെല്ലാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഈ വിനീതൻ ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ സഫറുള്ള ഉസ്താദിൻ്റെ ഉമ്മ, അല്ലാഹുവേ അവരെയൊക്കെ കൊണ്ട് ഞങ്ങളിതാ വളരെ പെട്ടെന്ന് തന്നെ മക്കത്തേക്ക് മദീനത്തേക്ക് പോവുകയാണ്. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും എല്ലാ തടസ്സങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. റഹ്മാനെ ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല റബ്ബേ, പ്രസംഗിക്കാനറിയില്ല, അറിവ് ഞങ്ങൾക്കില്ല. നീ തന്ന സൗഭാഗ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്. നീ വിജയിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ പടച്ചവനെ ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഗുരുത്വം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പഠിപ്പിച്ചു വിട്ട് ഡിഗ്രി എടുത്ത് ഉന്നതമായ നിലവാരത്തിലെത്തുമ്പോൾ ഉസ്താദുമാരെ ചവിട്ടിത്തേക്കുന്ന ഗുരുത്വം കെട്ടവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മൺമറഞ്ഞുപോയ ഗുരുനാഥന്മാരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. പടച്ചവനെ എത്രയെത്ര ആളുകളാണ് എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്യാതെ നിസ്കരിക്കാതെ നിന്നെക്കുറിച്ച് ചിന്ത പോലുമില്ലാതെ നടക്കുന്നത് ഞങ്ങളുടെ നാടുകളിലുണ്ട് റബ്ബേ. ഹിദായത്ത് കൊടുക്കണേ അല്ലാ. കള്ളിൽ നിന്ന് കഞ്ചാവിൽ നിന്നവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ നാടിനെ നീ അനുഗ്രഹിക്കല്ല. ഞങ്ങളുടെ അരുമ മക്കളെ നീ അനുഗ്രഹിക്കല്ല. അവരെ യതീമീങ്ങളാക്കി കളയല്ലേ അല്ലാ. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ടവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഈ മഹലിന്റെ ഖതീബാര അഷ്റഫുൽ ഖാസിമി ഉസ്താദ് അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന് ഫ്രൂട്ട്സ് സാധനം ഉൾപ്പെടെ മുട്ടയും മുന്തിരിയും ഉൾപ്പെടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയവർ, ഇതൊരു സ്വർഗത്തിന്റെ വേദിയാണ് പടച്ചവനെ. അവരുടെ ആഗ്രഹം അറിയുന്ന അല്ലാ സഫലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട്, കഴിയുമോ എന്നറിയില്ല. കൊതിയാണ് റബ്ബേ, നിന്നോട് പറയുകയാണ്, സാധിപ്പിച്ചു തരേണ്ടത് നീയാണ് റബ്ബേ. എത്രയോ വ്യക്തികൾ നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുപോയവരാണ്. ആയുസ്സിൽ ഒരു പ്രാവശ്യം അല്ലാഹുവേ ആ ഹബീബിന്റെ പ്രകാശത്തെ ഒന്ന് വാരിപ്പുണരാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാടുകളിൽ മഴ കുറവാണ് റബ്ബേ, പള്ളികളിൽ പോലും വെള്ളമില്ല.
വെള്ളം വറ്റി വരണ്ടിരിക്കുന്നു, കിണറുകളിൽ വെള്ളമില്ല. പടച്ചവനെ, ഇതിനെത്രയും പെട്ടെന്ന് നീ ഒരു പരിഹാരം തരണേ അല്ലാ, പരിഹാരം തരണേ അല്ലാ. പടച്ചവനെ, ഈ വിനീതന് വേണ്ടി ആത്മീയതയുടെ തേര് തെളിച്ചു തന്ന വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ നവ്വറല്ലാഹു മർഖദഹു എന്ന മഹാനുഭാവന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അവിടം അജ്മീറിലേക്കുള്ള ബന്ധത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. ഈ സ്വർഗത്തിന്റെ വേദി നിന്റെ മുത്തുനബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവേ, ആ പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ. പടച്ചവനെ, ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി ഉസ്താദ് എത്ര പറഞ്ഞാലും കൊതിതീരില്ല റബ്ബേ, നീ മോചനം കൊടുക്കണേ അല്ലാ. 5 ദിവസത്തെ ജാമ്യത്തിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങളെ കരയിപ്പിച്ച് മടങ്ങിപ്പോയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹുവേ, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആരോഗ്യത്തെ തിരിച്ചു കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നലെ വരെ പ്രഭാഷണം നടത്തിയ ഉസ്താദുമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാടിൽ ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ടുള്ള സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാ. മാരക രോഗം തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. വെള്ളിയാഴ്ച രാവാണ്, ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിൽ തിരുഹദറത്തിൽ ചെന്ന് നിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്നവർ, ആരുടെയും സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. എങ്കിലും അല്ലാഹുവേ, തലശ്ശേരിയിലുള്ള നിയാസ് എന്ന പ്രിയ കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കുറെ സങ്കടങ്ങളുണ്ടൊക്കെയും ഈ ഹദറത്തിലേക്ക് വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അൻസുറുനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين.